ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിനും തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികമെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ നാളുകൾ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെ വെറും നെല്ലായി നടക്കുന്ന നിശ്ചയം, വ്യക്തമായി പരിശ്രമിക്കുന്ന നിശ്ചയം. അവൻ തന്നെ സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ മോശന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായ തുറക്കാതെ ഉമ്മനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാളിൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകത്ത് നിമിത്തം നീ മനുഷ്യനെ ഖണ്ഡനങ്ങളാൽ സൃഷ്ടിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുതുപോലെ ക്ഷയിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കട്ടെ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ എൻ്റെ സന്നദ്ധി അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാവുന്നതിനു മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എൻ്റെ മുന്നിൽ മാത്രമാണ്. സ്വർഗഭാഗ്യമെത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം. അതിൻ ഭാഗ്യമോർക്കും തോറുമേ
ശുശ്രൂഷ ആരംഭിക്കാൻ സമയമായി. നമ്മൾ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുകയാണ്. അത്യാവശ്യമുള്ളവർ മാത്രമേ, നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യമുള്ളവർ മാത്രം ഇവിടെ ആയിരിക്കും. അല്ലാത്തവർ പുറത്തിറങ്ങി നിന്നാൽ വലിയ സൗകര്യമായിരിക്കും. നിങ്ങളുടെ തീരുമാനത്തിന് ഞാൻ ആ വിഷയം വിടുകയാണ്. നമുക്ക് ശുശ്രൂഷ 1 മണിക്കൂറുള്ളിൽ ഇതിവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അതിന് തക്കതായിരിക്കും നമ്മുടെ കാര്യങ്ങൾ. മുമ്പേ നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച അനന്തരമായി ഒരു പാട്ട് പാടുന്നതും ഭവനത്തിലെപ്പെട്ടവർക്ക് സാക്ഷി പറയാൻ അവസരമുണ്ട്. അത് സഭയിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾ, സഭാവിശ്വാസികളിൽ ഒരാൾക്ക് സാക്ഷി പറയാൻ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് പ്രിയപ്പെട്ടവർക്ക് 2 വാക്ക് പറയുവാൻ അവസരം തന്നെ. വചനത്തിൽ നിന്ന് ഒരല്പമായ സമയം മാത്രമേ ശുശ്രൂഷിക്കുകയുള്ളൂ. ആ കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരുന്നാണ്. നമുക്കെല്ലാവർക്കും നന്ദിയോടെ ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് കടന്നു വരാമെന്ന് അരുളിയ കഥാവാക്യത്തെ പ്രകാരം ഈ വിലാപ ഭവനത്തിൽ ദൈവമുള്ളതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ നാളുകളിലെല്ലാം ഈ പ്രിയ പിതാവിനെ സ്നേഹിച്ച് ഭൂമിയുടെ മുഖത്തെ എല്ലാ നന്മകളും നൽകി നടത്തിയ കർത്താവ് ഈ പകൽക്കാലം തന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികച്ച് തന്റെ സന്നിധിയിൽ വിശേഷാൽ ഒരു വിദ്യാഭ്യാസത്തെയും ജോലിയെയും അനന്തരമായ ഒരു വിവാഹത്തെയും ദാനമായി കുഞ്ഞുങ്ങളെയും അവരുടെ നന്മകളും എല്ലാം കണ്ട് സന്തോഷിക്കുവാൻ, ഭൂമിയിൽ ഒരു ഭക്തന് ദൈവം കൊടുത്ത എല്ലാ നന്മകളും കണ്ട് അനുഭവിപ്പാൻ പിതാവ് ഈ മകനെ ദൈവം തന്നെ ഒരുക്കിയെടുത്തല്ലോ. സ്വർഗത്തിലെ പിതാവ് ഒരുക്കിയെടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായി. എത്രയോ പേർ ഈ പ്രതിസന്ധിയിൽ മരണവഴിയായി മാറ്റപ്പെടുമ്പോൾ എവിടെ പോകുന്നു എന്ന് അനേകർക്കും അറിയുന്നില്ല. എന്നാൽ നിശ്ചയമായി തന്നെ ഓർമ്മയുള്ള സമയത്ത് വന്നു കണ്ടപ്പോൾ നിശ്ചയമായി തനിക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് തൻ്റെ വാക്കുകളിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ തനിക്ക് കഴിയാതിരുന്നെങ്കിൽ നിശ്ചയം മുഖത്ത്, ആ നിശ്ചയദാർഢ്യ മുഖത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശു ഉള്ളവനായി ഈ പിതാവ് കടന്നു പോയിട്ടുണ്ട്. അത് നിശ്ചയമാണ്. ആകയാൽ കരുണയുള്ള പിതാവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവിടുന്ന് ഭൂമിയുടെ മുഖത്ത് അനേകർക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുള്ളൂ. ഈ പ്രിയ പിതാവിന് കൊടുത്ത അവിലേറപ്പെട്ട ഭാഗ്യത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തന്റെ ജീവിതയാത്ര മുന്നോട്ട് തുടർന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ ശരീരത്തിൽ ധരിക്കണമെന്ന് തനിക്ക് വെളിപ്പാടുണ്ടായപ്പോൾ, ഒരു ആത്മപ്രകാശനം ഉണ്ടായപ്പോൾ, വിശുദ്ധ വചനത്തിൽ നാം വായിക്കുന്ന സ്നാനം ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, പിന്നെ പറിച്ചു അപ്പോസ്തലൻ പറയുന്നു ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ. ക്രിസ്തുവിനെ ധരിപ്പാൻ ആ ഒരു വെളിപ്പാട്, ആത്മപ്രകാശം കൊടുത്ത് ജലത്തിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വരുവാനുള്ള ലോകത്തിന്റെ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. വരുവാനുള്ള ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുന്നു. ഒരിക്കൽ ശേഷം നിങ്ങളെ എന്റെ അടുക്കൽ ഇരുത്തേണ്ട, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നുള്ള ആ വാഗ്ദത്തം തന്നിൽ നിവർത്തിക്കപ്പെടേണ്ടതിന് വരുവാനുള്ള ലോകത്തെ ആ ശക്തി, ആ ദൈവരാജ്യത്തിന്റെ ശക്തി താൻ ആസ്വദിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് വചനം പറയുന്നു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പീൻ. ആ സന്തോഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആത്മശക്തിയെ പകർന്ന കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയല്ലോ. ദൈവം പകർന്നു കൊടുത്ത ദിവ്യ ശക്തിക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഭൂമിയിലായിരിക്കുമ്പോഴൊക്കെ മനുഷ്യൻ നല്ലത് തെരഞ്ഞെടുക്കുക സ്വാഭാവികം. ഈ പിതാവ് ഭൂമിയിലായിരിക്കുമ്പോൾ നല്ലത് തെരഞ്ഞെടുക്കുവാൻ ദൈവം പിതാവിന് കരുണ കാണിച്ചു. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയുന്ന പണിയിൽ ഉൾപ്പെടുവാൻ, അത് തെരഞ്ഞെടുക്കുവാൻ പ്രിയ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തിരുവഴുത്തുകളിലൊക്കെയും വായിച്ചപ്പോൾ ഈ പിതാവിന് മനസ്സിലായ ഒരു സത്യം ഉണ്ടായിരിക്കണം. അതിങ്ങനെയായിരിക്കും. വിശുദ്ധ സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ എഴുതുന്നു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അതാണ് ആഗ്രഹിച്ച ഒരു തുറമുഖം. ഭക്തന്മാരൊക്കെ ആഗ്രഹിച്ചത് ഒന്നുണ്ട്, അതും താനും ആഗ്രഹിച്ചു. അപ്പോൾ തനിക്ക് മനസ്സിലായ സത്യങ്ങൾക്ക് തന്നെ സമർപ്പിച്ചു. കൂട്ടായ്മകളിൽ വന്ന് പങ്കെടുത്തു. ശരീരത്തിന് ബലഹീനതയുണ്ടെങ്കിലും കണ്ടിടത്തോളം വന്നിരുന്ന് ആ ദൈവത്തെ അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാൻ
ബാഹ്യമായി തനിക്ക് കഴിവില്ലായിരുന്നുവെങ്കിലും ആത്മാവിൽ താൻ അതിനായി ഒരുങ്ങി കാത്തിരുന്നു. ദൈവം കൊടുത്ത വിലയേറപ്പെട്ട പ്രകാശനത്തിനായും അത് തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഭാഗ്യം കൊടുത്തതിനാൽ നമുക്ക് ഒരിക്കൽ കൂടെ നന്ദിയോടെ അതിനായി സ്തോത്രം ചെയ്യാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകാൽ പ്രിയ മാതാവിനെ ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾ, അവരുടെ പങ്കാളികൾ എല്ലാവരെയും സർവശക്തനായ ദൈവം മനുഷ്യന്റെ വാക്കുകൾക്ക്, ഈ പറയുന്ന എന്റെ വാക്കുകൾക്കും ആശ്വാസം പകരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവിന് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ആ അരുളിയ കർത്താവിന്റെ സമാധാനം ഈ പ്രിയപ്പെട്ടവരെ സമൃദ്ധിയായി, ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയങ്ങളെ വാഴട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആ സമാധാനം ഈ പ്രിയപ്പെട്ടവരെ വാഴട്ടെ. ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തന്നെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന് ആഗതരായിരിക്കുന്ന എല്ലാവരെയും, തന്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ഒരു കടന്നുപോക്കുണ്ട്, എങ്ങനെ ഈ വിധം നമ്മൾ അറിയുന്നില്ല. ആകയാൽ ഇത് നമ്മുടെ ചിന്തനത്തിന് ഒന്ന് നമ്മെ തന്നെ ആരാഞ്ഞു പരിശോധിക്കുവാൻ ഇടയായി തീരട്ടെ. നമുക്ക് അതിന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ശുശ്രൂഷകളെല്ലാം നമ്മുടെ കർത്താവ് ഭാരമേറ്റ് നടത്തി തരേണ്ടേ. ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാത്തിലും ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കേവലം ഈ സന്ദർഭം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അത് ദൈവമക്കളെ, ആളുകളില്ലല്ലോ, ആളുകളുള്ളതിലൊന്നും അല്ല കാര്യം. ധനവാനും ദരിദ്രനായ ലാസർ മരിച്ചു. ധനവാനെ അടക്കാൻ അനേകായിരങ്ങൾ ഉണ്ടായിരുന്നു. ലാസറിനെ മരിച്ചപ്പോൾ അടക്കാൻ ആരും ഉണ്ടായിരുന്നു തിരുവഴുത്ത് പറയും. പക്ഷേ ലാസർ പോയത് അബ്രഹാം പിതാവിന്റെ മടിയിലാണ്. എന്നാൽ ഇന്ന് നമുക്ക് പുതിയ നിയമത്തെ ഭക്തരുടെ പ്രദേശം അബ്രഹാമിന്റെ മടിയല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് അത്ര പോകുന്നത്. ആകയാൽ ഈ ആൾപരിപ്പത്തിലല്ല എങ്കിലും കൂടിയപ്പെട്ടിരിക്കുന്ന നമുക്കൊക്കെയും ഇത് ഗുണമായി തീരട്ടെ. ഈ ഭക്തരായവർ സ്തേഫാനോസിനെ, ഭക്തയിലുള്ള പുരുഷാരെ സ്തേഫാനോസിനെ അടക്കം ചെയ്തതുപോലെ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ്സിൽ ഒരു അവസരം ദൈവം തന്നതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കരുണയുള്ള ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഇങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദം തോന്നിയത്. അവിടുന്ന് ഈ പ്രിയ പിതാവിൽ ആരംഭിച്ച പ്രവൃത്തി നന്നായി ചെയ്തു തികച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എന്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, തെറ്റ് പറ്റത്തുമില്ല എന്ന് ഞങ്ങൾ നന്നായി അറിയുന്നു. പിതാവേ, 69 വർഷക്കാലം കർത്താവേ സുദീർഘമായി ഈ ലോകത്തിൽ താൻ ഒരു ഓട്ടക്കാരനായിരുന്നു. എന്നാൽ കർത്താവേ തന്നെ ആ ഓട്ടം അവസാനിപ്പിച്ച് അങ്ങയുടെ അടുക്കൽ ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. ഈ പകൽക്കാലം മനോഹരമായ വിധത്തിൽ എന്റെ ദൈവം തന്നിൽ ആരംഭിച്ച പ്രവൃത്തിയായ സ്തോത്രം. കരുണയുള്ള പിതാവേ, എത്ര പേർ അങ്ങേ അറിയാതെ അങ്ങില്ലാത്തവരായി ഓട്ടം അവസാനിക്കുമ്പോൾ നിശ്ചയത്തോട് കർത്താവേ, ബഹുനിശ്ചയത്തോട് പറയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന അങ്ങയുടെ മഹാകരുണയ്ക്കായി സ്തോത്രം. അതിനായി ഭൂമിയുടെ മുഖത്ത് ദൈവം ഈ പ്രിയ പിതാവിൽ ആരംഭിച്ചതായി എല്ലാ നല്ല പ്രവൃത്തികൾക്കായി, തനിക്ക് കൊടുത്ത വിലയേറപ്പെട്ട ആത്മീയ അനുഭവങ്ങൾക്കായി, രക്ഷയ്ക്കായി, സ്നാനത്തിനായി, ദൈവത്തിന്റെ ശക്തിക്കായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ 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 അങ്ങേ സ്തുതിക്കുന്ന പിതാവേ. അതൊന്നും കൈമോശം വരുത്താതെ കർത്താവേ പിടിച്ചതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ അടുക്കൽ അഭാഗ്യമായ പ്രശംസയ്ക്കായി കടന്നു വരുവാൻ ദൈവം ഭാഗ്യം കൊടുത്തല്ലോ. കൽപ്പതാളുകൾ വേദനാപൂർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അങ്ങയുടെ തിരുവെഴുത്ത് പറയുന്ന പോലെ കുരുടിൽ താഴ്വരയിൽ കൂടി കിടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. അവിടുന്ന് കൂടിയിരിക്കുന്ന ദൈവം ഈ പിതാവിനോട് കൂടിയിരുന്നതിനാൽ സ്തോത്രം. ചെയ്തു തികച്ച പ്രവർത്തിക്കായി ഒരിക്കൽ കൂടെ നന്ദി കർത്താവേ. ആരംഭിച്ച തികച്ച നല്ല പ്രവർത്തിക്കായി നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് വിശ്വസ്തനായ ദൈവം ചെയ്തതിനാൽ സ്തോത്രം. പിതാവേ, ദുഃഖത്തിലായിരിക്കുന്ന ഓരോരുത്തരെ ആശ്വസിപ്പിച്ചാട്ടെ. ഒരല്പസമയം അങ്ങയുടെ പാദത്തിൽ ഈ വിലാപവനത്തിൽ പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരത്തോടങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൃപയും കാവലും തന്ന് ശുശ്രൂഷകളെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കടന്നു നോക്കേണ്ട ഒരുങ്ങുവാൻ സഹായിക്കും. മൗത്വം അങ്ങേക്ക് കരയിട്ടുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരു പാപം.
ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. കന്മക്കളെ കണ്ണുനീരെല്ലാം താഴ്ത്താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. കന്മക്കളെ കണ്ണുനീരെല്ലാം താഴ്ത്താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധാരിച്ചാമോദപൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. പൊൻവീണകൾ ധാരിച്ചാമോദപൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണിലയായി ധരിച്ചോരിവർ. തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണിലയായി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി. തിരുവഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം മാത്രം ഇത്തരണത്തിൽ വായിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായി ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു.
ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസം ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം. പ്രിയപ്പെട്ടവർക്ക് സാക്ഷിക്കുള്ള അവസരമാണ്. ഭവനത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ 2 പേർ പിന്നീട് ആർക്കെങ്കിലും പറയണമെങ്കിൽ അവസരം തരുന്നതാണ്. ചുരുക്കമായി നമുക്ക് പരിമിതമാണ് നമ്മുടെ സമയം. അതുകൊണ്ട് ചുരുക്കമായ വാക്കുകളിൽ സാക്ഷി അനന്തരമായി സഭയിൽ ആർക്കെങ്കിലും സഭാവിശ്വാസികളിൽ ഒരാൾക്ക് സാക്ഷി പറയും. അനന്തരമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആർക്കെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് ചുരുക്കമായ നിമിഷങ്ങൾ അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. യാത്രയക്കാൻ ഒരുങ്ങുകയായി. കർത്താവിനെ കാണിച്ചു തന്ന വ്യവസ്ഥ ഞാൻ ഒരുങ്ങി. ഞാൻ സന്തോഷത്തോടെ ഞാൻ യാത്രയാക്കുന്നു. എനിക്ക് 2012 1 മണിക്ക് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കത്തിവെക്കാൻ എനിക്ക് 4 വർഷവും കത്തി വെച്ചിട്ട് 6 വർഷമാണെങ്കിൽ എനിക്ക് ആ 4 വർഷമാണ് കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. അതിൻ്റെ ഇരട്ടി എനിക്ക് 8 വർഷം സന്തോഷത്തോടെ. ആ 8 വർഷക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്മകളെല്ലാം കണ്ട് അവരുടെ തലമുറകളെയും കണ്ട് സന്തോഷത്തോടെ സ്വന്തമായി തൻ്റെ പേരിൽ സ്വന്തമായി ഭവനവും 5 പൈസ പോലും കടബാധ്യതയില്ലാതെ സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ യാത്രയാണ്. 3 മാസം അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയാണ് കർത്താവിനെ കാണിച്ചു തന്നു. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ കാണിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല അഭിനേവരും അതും ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവര് ഒത്തിരി ആൾ കൂടുന്നിടത്തൊന്നും ആൾ കൂടുന്നിടത്തും ഒത്തിരി അതുപോലെ ഭർത്താവ് അതിനോട് കൂട്ടമില്ലാതെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കടന്നു പോകാൻ കർത്താവ് എൻ്റെ വീട് ആശുപത്രിയിൽ ഈ ദിവസം ഈ നിമിഷം എൻ്റെ വീട് ഒരു കൊച്ചു കുഞ്ഞിനെ തോളയിലെടുത്ത് എൻ്റെ നാനുമോൻ്റെ മോളെ തോളയിലെടുത്തിരുന്നത് പോലെ തോളയിലോട്ടിട്ടുണ്ട്. അവരെല്ലാ ശുശ്രൂഷകളും ഡാനിയുടെ സ്ഥാനത്ത് നിന്നാണ്. എല്ലാ നന്മയ്ക്കായി സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അധികം വേദനയില്ലെന്നും അറിയാതെ വേദനയില്ലാത്ത ഒരു ലോകത്തിലേക്ക്
വേദനയില്ലാത്ത സന്തോഷമുള്ള സൗഭാഗ്യമുള്ള കർത്താവിൻ്റെ മടിയിലേക്ക് പോയി. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, ആരെങ്കിലും നമ്മൾ മരിച്ചു പോയാൽ ആരും കാണുകയില്ല, മരിച്ചവർ നമ്മളത് അറിയുന്നില്ല, ആര് വരുന്നെന്നോ ആര് പോകുന്നെന്നോ അറിയുന്നില്ല, അതേക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഒന്നധികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവൻ, ഒരു നല്ല ഭർത്താവായി, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പിതാവായി, എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും സൗണ്ട് കൂട്ടി അച്ചാച്ചന് മുമ്പിൽ നിന്ന് അച്ചാച്ചാന്ന് വിളിച്ചിട്ടില്ല. സ്നേഹനദിയായ ഒരു പിതാവ്, സ്നേഹനദിയായ 3 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു, ഞങ്ങൾക്ക് തന്നു. അത് അധികമായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് പ്രശംസിക്കാനില്ല. ഒരാത്മീയ ജീവിതത്തിൻ്റെ ഉടമയായി, ആത്മീയ കാഴ്ചപ്പാടുകളുടെ ഉടമയായി, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റം പറയാതെ കർത്താവ് ഇത്രത്തോളം നടത്തി. പ്രാർത്ഥന കഴിഞ്ഞാൽ 7 മണിയാണെങ്കിൽ 7 മണി, 7:30 7:00 ഞങ്ങൾ കിടക്കും. ഒരു മനുഷ്യൻ്റെയും ഒരു കാര്യം ഞങ്ങളെ പോലത്തെ സംസാരിക്കാണ്. പാട്ടുപാടി 4 മണിക്ക് ഉണർന്ന പാട്ടുപാടി നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ, അവരുടെ കൊച്ചുമക്കളെയും, എൻ്റെ റിനിമോളെയും കുഞ്ഞിനെയും, എൻ്റെ ബിനുവിനെയും ഷാലുവിനെയും കുഞ്ഞുങ്ങളെയും സഹോദരിയെയും സഹോദരങ്ങളെയും എല്ലാം ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം സകലം നന്നായി ചെയ്തു. ഞാൻ ഭൂമിയിലേവയല്ല, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ കരം എന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് സകലം നന്മയ്ക്കായി ചെയ്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ ഞാൻ സന്തോഷത്തോടെ യാത്രയാക്കുന്നു. അവിടെ ചെന്ന് എനിക്ക് കാണാം. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഈ ലോകത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ട്രീറ്റ്മെൻറ്റൊക്കെയും കൊടുക്കാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കി. ആ സമയം മുതൽ ഈ സമയം വരെ ഞങ്ങളെ ചാച്ചനെ പൊന്നുപോലാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒന്നിനും ഒരു കുറവോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുത്താതെ നല്ല രീതിയിൽ ഞങ്ങളെല്ലാം ദൈവം തന്ന കഴിവനുസരിച്ച് ഞങ്ങൾ ചാച്ചനെ നോക്കാൻ തക്കമായി. ചാച്ചനെക്കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ഭവനത്തിൽ വന്ന നാൾ മുതൽ ഞാൻ കാണുന്നത് വെളുപ്പിന് എത്ര വയ്യാന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിന് സുഖമില്ലെങ്കിൽ തന്നെ വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ എണ്ണീച്ച് കട്ടിലിൻ്റെ സൈഡിലൂടെ ചേർന്നിരുന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് എല്ലാവർക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും സഹോദരങ്ങൾക്കും ദേശത്തിലുള്ള എല്ലാ പാസ്റ്റർമാർക്കും എല്ലാം അറിയാവുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഭവനത്തിലുള്ളവർക്ക് ഒരു വലിയ തീരാ നഷ്ടമാണ് ഞങ്ങൾ അച്ചാതെ. കാര്യം ഞാനിവിടെ വന്നിട്ട് പോയാലും, ഞാനെന്നല്ല ആര് വന്നിട്ട് പോയാലും കരം പൊക്കി ഉയർത്തി കാത്തുകൊള്ളണമേ, വാഹനയാത്രകളെല്ലാം കാത്തുകൊള്ളണമേ അങ്ങനെയുള്ള നല്ലൊരു സ്വഭാവമായിരുന്നു. നല്ലൊരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും കുറ്റം പറയാത്ത, ശുദ്ധമായ മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നു ഞങ്ങളുടെ അച്ചാച്ചൻ. ഞങ്ങൾക്ക് ഈ കുടുംബത്തിന്, ഞങ്ങൾക്കിപ്പം മക്കൾക്ക് എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ്. ഒരു വലിയ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടിയും, അവർക്കൊന്നും വരാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, അവരെല്ലാം വിദേശത്തൊക്കെ ആയിരിക്കുന്നു. അവരെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു നിത്യഭവനത്തിൽ ഞങ്ങളുടെ അച്ചാച്ചനെ അവിടെ ചെന്ന് ചേർന്നു എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഇനി ഒരുമിച്ച് കാണാമെന്നുള്ളൊരു പ്രത്യാശയോടെ എൻ്റെ സാക്ഷി നിൽക്കുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങൾ എൻ്റെ ഇടയത്തിനും ഞങ്ങൾ 2 പേരുള്ള അവർക്കാർക്കും ഒരാളുപേരുണ്ട്. അവർക്കാർക്കും നോക്കാനുള്ള ദൂരമില്ലാതെ ഒരുപാട് മത്സരങ്ങളിലായിരുന്നു. ചേട്ടനും നല്ല ഈ സ്വന്തം പിതാവിനെക്കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം സ്നേഹിക്കുകയും
എനിക്ക് മാത്രമായി ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു പോകാനായിട്ടുണ്ട്. ചേട്ടൻ്റെ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലും ഞങ്ങൾക്ക് അവരുടെ എല്ലാ ജീവിതത്തിലും തീരെ നഷ്ടമാണ്. സന്തോഷം മാത്രം കൊണ്ടുവന്നാലും സ്നേഹം മാത്രം കോരി 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 തന്നെ ഞങ്ങൾക്കല്ല. ഞങ്ങളെ അടിക്കുന്നവരെല്ലാം അതുപോലായിരുന്നു. സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചൊരു മനുഷ്യൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു മനുഷ്യൻ. വേറെന്ത് പറയില്ല, ഞാനെന്ത് പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രം ഞങ്ങളെല്ലാവരും പോലെ സ്നേഹിച്ചു. സ്വന്തം മക്കളെ പോലെ അല്ലെ ആശയം പോലെ ചെന്നിട്ടുണ്ട്. എല്ലാം സ്വന്തം മക്കളെ പോലെയായിരുന്നു ഞങ്ങളെ. ഞങ്ങളുടെ അഞ്ചു പെൺമക്കളുടെ സഹോദരിമാരാണ്. ഞങ്ങളെ 4 പേര് സ്വന്തം മക്കളെ പോലെയായിരുന്നു കാണുന്നതൊക്കെ. ഇന്ന് പോയ കാലം അവരെല്ലാം ഓർത്ത് ചേട്ടൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങളെല്ലാം വലിയൊരു പിതാവ് നഷ്ടപ്പെടുന്നവരുടെ ദുഃഖമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ കാണാനുള്ള വലിയ പ്രത്യാശ ഓർക്കുമ്പോൾ സന്തോഷവുമുണ്ട്. ചെന്ന് ആ സൗഭാഗ്യത്തിൽ ചേട്ടനെ കാണാൻ വലിയ പ്രത്യാശയോടെ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകലിങ്ങനെ സാക്ഷിയായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന നല്ല സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ മരണപ്പെട്ട തോമാച്ചനങ്ങൾ എൻ്റെ മമ്മിയുടെ 2ാമത്തെ ബ്രദറാണ്. ബന്ധം കൊണ്ട് ഞങ്ങൾക്ക് അമ്മാച്ചൻ്റെ സ്ഥാനമാണെങ്കിലും അതിനേക്കാൾ ഉപരിയായ ഒരു പിതാവിൻ്റെ വാത്സല്യവും കരുതലും ഞങ്ങൾക്ക് തന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ തോമാച്ചനങ്ങൾ. തോമാച്ചനങ്ങളുടെ മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയും ചെയ്യുന്നത് താൻ രോഗവും വേദനയും ദുഃഖവുമില്ലാത്ത ഒരു നിത്യരാജ്യത്തിന് അവകാശിയായി തീർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കുവാൻ വകയുണ്ട്. പ്രത്യേകാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 116:15 തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രിയ തോമാച്ചനങ്ങളിനെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് അനുവൃത്തമാണ്. താനൊരു തികഞ്ഞ ഭക്തനായിരുന്നു. കേവലം വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് അത് ഞങ്ങൾക്ക് മുന്നോട്ട് വെച്ച ഒരു മാർഗനിർദ്ദേശിയായിരുന്നു പ്രിയ തോമാച്ചനങ്ങൾ. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങൾക്ക് എല്ലാം താൻ ഉത്സാഹം കാണിക്കുക മാത്രമല്ല, ഞങ്ങളെയും ഉത്സാഹിപ്പിച്ച് ഒരു മീറ്റിംഗ് പോലും അവോയ്ഡ് ചെയ്യാതെ താൻ നിരന്തരമായി കൂട്ടായ്മ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കുവാൻ ഒരാൾ കുറഞ്ഞു എന്നൊരു അഭാവം ഞങ്ങളെ അലട്ടുന്നുണ്ട്. എന്നാലും ക്രിസ്തു നൽകുന്ന പ്രത്യാശയിൽ മുന്നേറി വരുവാൻ ഇടിയാകേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അന്നമാൻറ്റി, ആശാ കുടുംബം, ശാലോം കുടുംബം, ദാനി കുടുംബം, അവരെ ദൈവം ബലപ്പെടുത്തട്ടെ. എല്ലാ സകല ആശ്വാസങ്ങളും നൽകുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് ശരണപ്പെട്ട് മുന്നേറുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ മരണത്തോടനുബന്ധിച്ച് സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലും എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത നല്ല പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ജന്മം മുതൽ ഇതുവരെ ദൈവം സൂക്ഷിച്ചു. കൃത്യസമയത്ത് ദൈവത്തെ കണ്ടുമുട്ടു. ആ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന്റെ വഴികളിലൂടെ ഒരു വിശുദ്ധനായി നീതിമാനായി നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. നീതിമാനെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ദൈവം തന്റെ ജീവിതത്തെ വഴി നടത്തിവാൻ കൃപയോർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പലപ്പോഴും എൻ്റെ പിതാവിന് എൻ്റെ പ്രാർത്ഥന രോഗസൗഖ്യത്തിനൊക്കെ കാരണമായി ദൈവം വഴി നടത്തി. ഈ അവസാന നിമിഷത്തിലും ദൈവം പല അത്ഭുതങ്ങളും തന്റെ ജീവിതത്തിൽ ചെയ്തു. തന്റെ പ്രാർത്ഥന പ്രകാരം അനുഗ്രഹിക്കപ്പെട്ടവരും മരണവും ദൈവം തനിക്ക് കൊടുത്തു. കർത്താവ് എത്രത്തോളം സൂക്ഷിച്ചു പരിപാലിച്ചതിനായി സ്തോത്രം. തന്റെ മക്കളെ നല്ല
നല്ല രീതിയിൽ ഈ ഭൂമി വളർത്തുവാനും അവരുടെ വിവാഹങ്ങളൊക്കെ നടത്തുവാനും അവരുടെ തൻ്റെ കൊച്ചുമക്കളെ 5 പേരെ കയ്യിലെടുക്കുവാനും ഒക്കെ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതത്തെ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹജീവികളോടുള്ള സ്നേഹം, സഹജീവികളുള്ള അനുകമ്പയൊക്കെയും കണ്ടുപിടിക്കുവാൻ ദൈവം ഞങ്ങൾക്കൊരു മാതൃകയാക്കി വെച്ചിരിക്കുന്നവർക്കും സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. എൻ്റെ മാതാവിനെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണം. എൻ്റെ സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണം. എൻ്റെ പിതാവ് കാണിച്ചത് നല്ല മാതൃകയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കണം. ഒരു സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസനായ ദൈവം അതിശയകരമായി ഇതുവരെ ഞങ്ങളെ നടത്തി. അച്ഛൻ്റെ വേർപാടിനോടനുബന്ധിച്ച് ഇങ്ങനൊരു സാക്ഷ്യം പറയുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനും മക്കളെയും ആ പാതയിൽ കൂടെ വളർത്തുവാനും കർത്താവ് തനിക്ക് ഭാഗ്യം കൊടുത്തു. ഒരു നീതിമാനായി താൻ ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിൻ്റെ ഹിതം ചെയ്ത് അനേകർക്ക് താനൊരു ആശ്വാസമായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലും തൻ്റെ അനുഭവങ്ങൾ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു, ഒരു പ്രയോജനമായിരുന്നു. തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണയോഗ്യക്ക് വിലയേറിയത് ഒരു നീതിമാനായ ഒരു ഭക്തനായി താൻ ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് തന്നെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ താൻ ചേർക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവം വലിയൊരു ഭാഗ്യം കൊടുത്തു. തുടർന്നും കർത്താവ് താൻ കാണിച്ച മാതൃക പ്രകാരം ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവത്തിന് മഹത്വം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. എങ്കിലും എല്ലാം ദൈവത്തിൻ്റെ ഇതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ അച്ചാച്ചൻ എന്നെ ചെറുപ്പം മുതലേ ദൈവികാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു ജീവിക്കാൻ വളരുവാൻ എന്നെ പ്രേരിപ്പിച്ചിരുന്നു. അച്ചാച്ച ഒന്നും അടിച്ചേൽപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നില്ല. എല്ലാ അച്ചാൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുമായിരുന്നു. വിശ്വാസത്തിലാണ് എന്നെ വളർത്തി. വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും എല്ലാം വിശ്വാസത്തിലൂടെ നേടുവാൻ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരുന്നു. അച്ഛൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ അച്ഛൻ ലോകത്തിലെ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എങ്കിലും ദൈവം അതെല്ലാം വേണ്ടത് അതാത് സമയത്ത് കൊടുത്ത് അച്ഛനെ ദൈവം മാനിച്ചു. അച്ഛൻ കാണിച്ചു തന്ന ആ പാതയിൽ അന്ത്യം വരെ ജീവിക്കാൻ എന്നെ സഹായിക്കണം. അച്ഛനെ നിത്യതയെ വെച്ച് കാണാവുന്ന പ്രത്യാശയോടുകൂടെ ഞാൻ നിർത്തുന്നു. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്. സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്. നാം പറന്നു വേഗം പ്രിയനോടു ചേരും. മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. എന്നും വിശ്രമിച്ചിടും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജ്ഞാനിയായ ശലോമൻ പറയുന്നു, വിരുന്നു വീട്ടിൽ പോകുന്നതേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. കാരണം ഏത് മനുഷ്യൻ്റെയും അവസാനം അവിടെയാണല്ലോ. ഈ പിതാവിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു.
69 വയസ്സ് വരെയും തനിക്ക് ഈ ഭൂമിയിൽ വസിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഈ ഭൂമിയിൽ മനുഷ്യരായി എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം ഓരോരുത്തർക്കും ഓരോ ദിവസവും അവസാന ദിവസവും ദൈവം കുറിച്ച് വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെ തൻ്റെ ആയുസ്സിൽ താൻ എങ്ങനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത് ജീവിക്കുന്നുവോ അല്ല എങ്ങനെ ജീവിക്കുന്നു അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3, 4, 5 വാക്യത്തിൽ അരുമനാഥനായ കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞ് അരുളി ചെയ്ത് നിക്കോദോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും സാധ്യമല്ല. ആമേൻ ആമേൻ സത്യം സത്യമായിട്ടും തന്നെ കർത്താവ് പറയുകയാണ്. കർത്താവിൻ്റെ തിരുവചനമാണ് അത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ താൻ തിരുവായ്മൊഴിഞ്ഞ് അരുളി ചെയ്താണ്. നിക്കോദോസ് സംശയം ചോദിച്ചു, കർത്താവേ എങ്ങനെ പുതിയതായി ജനിക്കും? ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമോ? അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായി അതിന് മറുപടി യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. താൻ പിതാവിൻ്റെ നീതി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ നീതി നിവർത്തിക്കുന്നതിന് വേണ്ടി താനും യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യെരുശലേമിലേക്ക് കടന്നു പോയി. അവിടെ ചെന്നപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ട് യോഹന്നാൻ അനേകരെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവും കടന്നു ചെന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അരുത്, പാടില്ല, ഞാൻ നിന്നാൽ സ്നാനമേൽക്കേണ്ടവനാണ്. ഇല്ല, ഇങ്ങനെ സ്വർഗത്തിലെ സകല നീതിയും നിവർത്തിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാനാൽ സ്നാനമേറ്റു, മുങ്ങിയാണ് സ്നാനമേറ്റത്. യോർദാനിൽ മുങ്ങി യേശുക്രിസ്തു സ്നാനമേറ്റു. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കണം. അതുതന്നെയാണ് അരുമനാഥനായ കർത്താവ് നിക്കോദോസിനോട് അരുളി ചെയ്തത്. ഈ സ്നാനത്തെ പറ്റിയും പുതുതായി ജനിക്കുന്നതിനെ പറ്റിയും സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനും കാണുന്നതിനെയും ഏത് അവസ്ഥ അനുഭവം പ്രാപിക്കുന്നതിനെ പറ്റിയും വളരെ വ്യക്തമായിട്ട് നിക്കോദോസിനോട് യേശു പറയുകയുണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, രക്ഷിക്കപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ പ്രിയ പിതാവ് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാനും രക്ഷിക്കപ്പെടുവാനും തൻ്റെ കൽപ്പനകളെ, സ്വർഗത്തിൻ്റെ നീതി, ദൈവരാജ്യത്തിൻ്റെ നീതി പ്രാപിപ്പാനും എല്ലാം എനിക്ക് സഹായിച്ചു. താൻ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓടിയത്. തൻ്റെ വീട്ടുപേര് തന്നെ കൊട്ടാരത്തിൽ നിന്നാണ്. എന്നാൽ തനിക്ക് ഈ ഭൂമിയിലുള്ള കൊട്ടാരമല്ല, സ്വർഗത്തിൽ അതിമഹത്തായ, ആർക്കും വർണ്ണിച്ചുകൂടാൻ, അതിൻ്റെ മനോഹാരിത വർണ്ണിച്ചുകൂടാൻ കഴിവില്ലാത്തൊരു കൊട്ടാരത്തിലേക്ക് താൻ കടന്നു പോയിരിക്കുകയാണ്. താൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി താൻ എൻ്റെ ജീവിതം കഴിച്ചു. തൻ്റെ വിശേഷിക്കപ്പെട്ട സ്വഭാവം പറഞ്ഞാലും തീരത്തില്ല. താൻ യാതൊരു പ്രകടനവും കാണിച്ചില്ല. ശാന്തമായ സ്വഭാവം, ഏവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സ്വഭാവം, ആരോടും ഒരു വൈരാഗ്യമോ ഒരു പിണക്കമോ ഒന്നുമില്ല. എപ്പോഴും പ്രാർത്ഥനയും. തൻ്റെ ജീവിതം മാതൃകയാക്കാൻ അനേക കാര്യങ്ങളുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ആത്മീയമായി വളരെ അടുപ്പത്തിലും സ്നേഹമായിരുന്നു. ഈ മാർച്ച് മാസത്തിൽ കോട്ടയത്തൊരു കൺവെൻഷൻ നടന്നു, ഇവിടെ സെൻട്രൽ കൺവെൻഷൻ. അപ്പോൾ ഞാൻ പകലൊരു മീറ്റിങ്ങിന് കടന്നു പോയപ്പോൾ ഒരു 11 മണിയായപ്പം അച്ഛനിങ്ങനെ നല്ല വെയിലത്ത് കടന്നു. എനിക്ക് കണ്ടപ്പോൾ അങ്ങ് വളരെ വിഷമം ഉണ്ടായി. ഇത്രയും സമയം ഈ വെയിലത്ത് കടന്നത്. അച്ഛൻ, അയ്യോ അച്ഛൻ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു കോട്ടയം കൺവെൻഷന് പോകാൻ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പിനെ താൻ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ അത് ഒറ്റയ്ക്ക് വരാണ്ടായിരുന്നു, അറിയിച്ചിരുന്നേ ഞാൻ വന്ന് കൊണ്ടുപോയിരുന്നല്ലോ. വേണ്ട, തങ്കച്ചനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് എനിക്ക് ഞാൻ പോകാമെന്ന് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. താൻ വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുക, വേണ്ട തങ്കച്ചൻ ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഇവിടെ സൂക്ഷിച്ച് പോകണം. തൻ്റെ ശരീരാവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഈ ശാരീരികമായ അവസ്ഥയിൽ ഞങ്ങൾ തുല്യരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വളരെ സൂക്ഷിച്ച് പോകണം, അച്ഛനെ തന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. താൻ പറഞ്ഞാൽ ദൈവം പറയുന്നത്
താൻ അതുപോലെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലും താൻ ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയെ അനുസരിച്ച് താൻ കീഴ്പ്പെട്ട് തൻ്റെ ഓട്ടം ഈ 69 വയസ്സ് വരെയും താൻ ഓടി താൻ ലക്ഷ്യം വെച്ച തൻ്റെ കർത്താവിലേക്ക് ഈ രാവിലെ സമയം 10:30 മണിക്ക് ശേഷം താൻ തൻ്റെ പ്രിയം വെച്ച കർത്താവിലോട്ട് തീർന്നു. ഈ ഭൂമിയിലേക്ക് തനിക്ക് കഷ്ടങ്ങളില്ല, തനിക്ക് ദുഃഖങ്ങളില്ല, തനിക്ക് വേദനയില്ല, തനിക്ക് മുറവിളിയില്ല. താൻ സ്വർഗത്തിൽ താൻ എത്തേണ്ട സ്ഥാനത്ത് താൻ കടന്നു പോയിരിക്കുന്നു ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ എത്രമാത്രം ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നല്ല, ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസ് അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ചാണോ ജീവിക്കുന്നതെന്ന് ഇല്ല എങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പോകാനോ കാണുവാനോ കടക്കുവാനോ സാധ്യമല്ല. നിക്കോദോസിനോട് പറഞ്ഞ കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അത് ഈ പ്രിയ പിതാവ് ആ വചനങ്ങളെ അതുപോലെ അനുസരിച്ച് കീഴ്പ്പെട്ട് അതിൽ വലിയ കഷ്ടങ്ങളുണ്ട്, നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. ഇതെല്ലാം സഹിച്ചു. കാരണം ഈ ഭൂമിയിൽ വെച്ച് സഹിച്ചാൽ കർത്താവിനോടുകൂടെ വാഴുമ്പോൾ അതൊക്കെ ഒരു കിരീടങ്ങളായി ശോഭിക്കപ്പെടും. അതാണ് താൻ പ്രത്യാശ വച്ച കർത്താവിലേക്ക് താൻ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾക്ക് മാതൃകയാക്കേണ്ട ഒരു വിശ്വാസ സഹോദരൻ പിതാവ് കടന്നുപോയി. എന്നാൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ സ്വർഗത്തിനതൊരു സന്തോഷമാണ്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ പറിച്ചെടുക്കും, ആർ തടുക്കും. ദൈവം ഒരു മനുഷ്യനെയും ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ മരണവും നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഇപ്പോൾ ചിലപ്പം പറഞ്ഞെന്നിരിക്കാം, ചിന്തിച്ചെന്നിരിക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ പ്രിയപിതാവിൻ്റെ 14 ദിവസം ഈ ഗവൺമെൻറ് എത്തിപ്പെട്ട ഹോസ്പിറ്റലിൽ കിടന്നു. ഞാൻ ICUലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് ചിന്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം തന്നെ ICUലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനെ കാണുവാനോ തൻ്റെ അന്ത്യസമയത്ത് തന്നോട് തിരുത്താനോ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ICUയിൽ ആരെയും കിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ലോ ICUവിലെ കാര്യം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എല്ലാ വ്യക്തികളും സുഖമായി ജീവിച്ചു വരുന്നെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഒരു മോർച്ചറി അവിടെ സ്ഥാപിച്ചു? അപ്പോൾ അറിയാം, അവർക്കറിയാം ഇവിടെ വരുന്നവർ മരിക്കും, മരിച്ചു കഴിഞ്ഞാൽ വെക്കണം. അതിനുവേണ്ടിയാണ് മോർച്ചറി ഉണ്ടാകുന്നത്. ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടോ അത് ചികിത്സിച്ചതുകൊണ്ടോ, കാരണം അതെല്ലാം സുഖമാകുന്നതും സൗഖ്യം തരുന്നതൊക്കെ ദൈവം. ഞാനും അനേക ആളുകൾ ICUവിലും ഹോസ്പിറ്റലിലൊക്കെയും പാർത്ത വ്യക്തിയാണ്. എനിക്ക് നന്നായി അറിയാം. 13 വർഷക്കാലം ആയിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെയും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഈ പ്രിയ പിതാവിൻ്റെ ഈ ഭവനത്തിൽ കൊണ്ടുവരുവാനും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു അവരൊക്കെ ശുശ്രൂഷിപ്പാനും ഞങ്ങൾക്ക് കാണുവാനും ഞാൻ പലപ്പോഴും പല ദിവസവും കടന്നു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും കടന്നു വന്ന് കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു. എൻ്റെ കഷ്ടങ്ങളിലും താൻ ഓടി വരുമായിരുന്നു. ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നതുകൊണ്ട് ഓടി അവിടെ വരും. കാണുമ്പോഴും എല്ലാ വിശേഷം ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ മക്കളെയും പ്രിയ സഹോദരിയെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും ഈ ഉപാധിയിൽ കൂടെ കടന്നു പോകേണ്ട ആണല്ലോ. ഞങ്ങൾ നല്ല ദൈവം തരുന്ന ആയുസ് ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചുകൊണ്ട് കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചുകൊണ്ട് തരുന്ന ആയുസ് ദൈവത്തിന് പ്രസാദം ജീവിക്കാൻ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ഭവനത്തെയും ദൂരത്തായിരിക്കുന്ന മക്കളെയും കുടുംബങ്ങളെയെല്ലാം സമാധാനത്തിൻ്റെ ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ വേർപാടുകളുടെ ബന്ധത്തിലും ദുഃഖത്തിലും ഭാരത്തിലും എല്ലാ പ്രഭാവങ്ങൾക്കും ദൈവത്തോർക്കും സർവാശ്വാസങ്ങളിൽ ഉള്ളതമായ ദൈവത്തിൻ്റെ ആശ്വാസം കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ അതിനെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവരെ വളരെ വേദനയുടെ അകലങ്ങളിലായിരിക്കുന്നവരുണ്ടല്ലോ, അവരൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഏകദേശം 33 വർഷമായി മാച്ചാൻ്റെ ഭാര്യ അന്യത്തെ വിവാഹം കഴിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഇവിടേക്ക് വന്നിട്ട്
3 വർഷത്തേക്ക് 1 മാസം മുഴുവൻ അവരുടെ ഭവനത്തിൽ വലിയ അംഗമാരൊക്കെ വെച്ച് പിള്ളേരൊക്കെ ഞങ്ങളുടെ ചില കാര്യത്തിനും വിവാഹത്തിനും നടത്തിനും സമാധാനാനുഭവത്ത വിലക്ക് നിന്നതും എല്ലാ കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിച്ചതൊക്കെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പാതയിലായി തീർന്നതുകൊണ്ട് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളും വേദനയുടെ ഒത്തിരി ദുഃഖത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെ ദൈവസന്നിധിയൊക്കെ ചേർക്കപ്പെടുന്ന നിമിഷം വരെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന എബ്രായലേഖനം 11-ാം അധ്യായത്തിലൊക്കെ പലരെക്കുറിച്ച് വായിക്കുന്നത് പോലെ വിശ്വാസത്തിൽ മരിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒറ്റ വാക്ക് പറയാൻ ഇന്ന് സമയം അനുവദിക്കുന്നുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒത്തിരി ലോകത്തിലെ മാന്യന്മാർ ഇപ്പം കോവിഡിൻ്റെ ഭീതിയിൽ ലോകരാജ്യങ്ങളിലെല്ലാം കൂട്ടമരണം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്നൊക്കെയുള്ള അനേക ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകാറുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന കൂട്ടമരണത്തിന് ആരും ഉത്തരം പറയുമെന്ന് അറിയത്തില്ല. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടനിൽ കൂട്ടമരണം നടന്നുകൊണ്ടിരിക്കുക. സകല രാജ്യങ്ങളിൽ ആർക്കും ആരെയും കാണണം, ആർക്കും ആരുടെയും ദുഃഖം പങ്കുവെക്കാനായിട്ട് ചെല്ലണം. അപ്പനായാലും അമ്മയായാലും മക്കളായാലും ഭാര്യയായാലും വേദന പങ്കുവെക്കാൻ പോലും ചെല്ലാൻ ധൈര്യമില്ലാതെ ആളുകളെല്ലാം പറിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, വളരെ വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ തൻ്റെ വിശ്വാസത്തിൽ തൻ്റെ ഭവനത്തിനകത്ത് ദൈവം ഇന്ന് പ്രഭാതത്തിൽ കൊടുത്ത ആ നല്ല ദൈവസന്നിധിയിലേക്കുള്ള കൂട്ടിച്ചേർത്ത് തുടങ്ങി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ നിന്നുള്ള വേർപാട് നമുക്ക് ദുഃഖമാണ്, വേദനയാണ്, നിശ്ചയമായും പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഒരാളിൻ്റെ ഒരു അകലം നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നുള്ളത് ശരിയാണെങ്കിലും ദൈവത്തിൽ പ്രത്യാശ ഉച്ചരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അറിയുവാൻ കഴിയുന്ന ഒരു കാര്യം വേദപുസ്തക പ്രകാരം ഇങ്ങനെയാണ്: മരണം കൊണ്ട് ഭൂമിയിൽ അംഗസംഖ്യ നഷ്ടപ്പെടാത്ത ഒറ്റ സമൂഹമേ ഉള്ളൂ, അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. കാരണം ക്രൂശിൽ എല്ലാവരും വലത്തെ കള്ളൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇപ്പോഴത്തെ ആ ധാരണയ്ക്ക് വേണ്ടി ആ കള്ളൻ മരിക്കുമ്പോൾ കർത്താവേ എന്നെ കൂടെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നിമിത്തം നീ ഇന്ന് എൻ്റെ കൂടെ പർദീസായിലായിരിക്കും എന്ന യേശുവോട് മറുപടി പറഞ്ഞത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മരിക്കുന്ന ഒരുവൻ നഷ്ടപ്പെടുകയല്ല, അവൻ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരിക്കലും മരണം കൊണ്ട് അംഗസംഖ്യയ്ക്ക് ഇവിടെ നഷ്ടം വരുന്നില്ല, ദൈവസഭയുടെ എണ്ണം കുറയത്തില്ല. ഇവിടെയല്ല ദൈവസഭയുടെ സ്ഥിരവാസം. അതുകൊണ്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട് നിത്യവാസത്തിന് വേണ്ടി അവിടെ കടന്നുപോയിരിക്കുന്നു എന്നുള്ളവർക്ക് ആശ്വസിക്കുവാൻ തികച്ചും നമുക്ക് കഴിയും. ഇവിടെ പലരും ഓർപ്പിച്ച പോലെ കഴിഞ്ഞ 69 വർഷം ഈ ലോകത്തിൽ ജീവിപ്പാൻ പ്രത്യേകിച്ച് ഒരു കഠിന അധ്വാനി. ഞാൻ പരിചയപ്പെട്ട നാളെ തൊട്ട് ഞാൻ 1 മിനിറ്റും ഒന്നിലും ഒരിടത്തും കുത്തിയിരിക്കുന്ന ഒരാളല്ല. എനിക്ക് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ പറമ്പോ പണിയോ അങ്ങനത്തെ ഒന്നും അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ച കാര്യത്തിനകത്ത് 1 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്ത ഏതൊരു മനുഷ്യൻ ചെന്നാൽ ശുശ്രൂഷിക്കാൻ ഇങ്ങനെ ബന്ധപ്പാടുള്ള, ഇങ്ങനെ വെപ്രാളം കാണിക്കുന്ന, ഇതുപോലെ സ്നേഹം കൊണ്ട് വീർപ്പും മുട്ടിക്കുന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഭാഷയിൽ എനിക്കത് പറയാനുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ അതാണ് സ്നേഹം കൊണ്ട് വീർപ്പും മുട്ടിക്കുന്ന ഒരു മനുഷ്യൻ. അതുപോലെ മനുഷ്യനെ സ്നേഹിക്കാൻ തനിക്ക് ഒന്നും ഉണ്ടായിട്ടാണ്. താൻ ബോംബെയുടെയും ജോലി ചെയ്യുന്ന കാലത്തൊക്കെ വളരെ തുച്ഛമായ ഒരു ശമ്പളം കൊണ്ട് കുടുംബത്തെ പറ്റി ഒത്തിരി ഘട്ടങ്ങളിലൂടെ ഈ വിശ്വാസത്തിൻ്റെ പാതയിൽ വന്നതിന് ഒത്തിരി ഒറ്റപ്പെട്ടതൊക്കെ അനുഭവിച്ചു. അതിന് നടുവിൽ താൻ കടന്നു പോകുന്ന പാതയിൽ തൻ്റെ ആ സ്നേഹം, തൻ്റെ ആ നിർബന്ധം, മറ്റുള്ളവരുള്ളായിരിക്കുന്ന കരുതൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ ഈ സമയത്ത് സാധ്യമല്ല. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും ആ ഇല്ലായ്മയിൽ ഉള്ളതിൽ നിന്ന് എടുത്ത് പങ്കുവെക്കുവാനും ഒക്കെയുള്ള തൻ്റെ ആ നിർബന്ധം അത് ചെറുതായിരുന്നില്ല. അതൊരു ചെറിയ രീതിയിലല്ല, താൻ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത അനേക സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒത്തിരി ഈ വിശ്വാസ ജീവിതത്തിൽ താൻ എത്തിയത് നിമിത്തം ലോകപ്രകാരം ഇവിടെ നല്ല വിലയും നിലവാരമുള്ള ഒരു കുടുംബവും സാഹചര്യവും ബന്ധുക്കളും ഒക്കെ തനിക്കുണ്ടായിരുന്ന ഒരു പശ്ചാത്തലമായിരുന്നെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ വിളിയെ സംശയിക്കാതെ പിൻപറ്റാൻ ഇറങ്ങിത്തിരിച്ച് അന്ന് മുതൽ ആ കുടുംബത്തിലെ 2 പേരെ, ചേച്ചിയും തോമാച്ചാനും അതിന് തലയ്ക്കൽ ആ വിശ്വാസ പാതയിലേക്ക് എടുത്തിയാണ്. അത് നിമിത്തം ഒത്തിരി അതിവേദനകളിലൂടെ കടന്നു പോകേണ്ട വന്ന സന്ദർഭങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും നിരാശനാകാതെ, പിറുപിറുക്കാതെ, ഇറങ്ങിയ വഴിയിലേക്ക് പിന്തിരിഞ്ഞു നോക്കാൻ ഒരിക്കലും ഇടയാകാത്ത നിലയിൽ വിളിച്ച കർത്താവ് വിശ്വസ്തന് വേണ്ടി മുറുകെ പിടിക്കാനുള്ള കൃപ ദൈവം തനിക്ക് കൊടുത്തു. തൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതിനും തനിക്കറിയുന്ന പോലെ സ്തോത്രം കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയാകുന്നതിനും ആരാധനയിൽ ഉത്സാഹിയായിരിക്കുന്നതിനും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സ്തുതി സ്തോത്രം ഉയർത്തിക്കൊണ്ട് ദൈവമഹത്വത്തിനുള്ളിൽ നിൽക്കുവാനും കർത്താവ് തനിക്ക് കൃപ കൊടുത്തു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനൊക്കെ വലിയ പാരമ്പര്യമുള്ള ധനാഢ്യമായ കുടുംബത്തിൽ നിന്നാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിലും യേശുവിനെ കണ്ടത് നിമിത്തം എല്ലാം ചവർന്നും എണ്ണി എന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ
താന് സ്തോത്രം വാസ്തവത്തിൽ തനിക്കും പ്രശംസിക്കാവുന്ന ലോകത്തിന്റെ പാരമ്പര്യത്തെയും എല്ലാ മഹാത്മ്യങ്ങളെയും ചവർന്നു വേണ്ടി യേശുവിനെ വലിയ ധനമെന്നെണ്ണി. മോശയെ പോലെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്ന് മോശയെ കുറിച്ച് വായിക്കുന്നത് പോലെ സ്തോത്രം കർത്താവിനെ കണ്ടത് അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ ജീവിക്കുന്നവൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വേഗത്തിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവിനെ തികച്ചും പ്രത്യാശയോടെ ഈ അവസാന നിമിഷം വരെയും കാത്തിരുന്നുകൊണ്ട് പ്രത്യാശയോടെ ദൈവസ്ഥിതിയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി. സ്തോത്രം. മരണം ഹല്ലേലൂയ. ഇവിടെ ആള് കുറവും തന്റെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഈ രീതിയിലല്ല ശവോടൊക്കെ നടക്കണം. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏതായാലും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും മറ്റു പല രാജ്യങ്ങളിലെയും അന്യന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ശവോടൊക്കെ ശുശ്രൂഷ ഇവിടെ നടക്കാൻ ദൈവം ഇന്ന് പോലും കൃപ ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്ന ആളിന്റെ എണ്ണത്തിലല്ല, ദൈവം തന്റെ മഹത്വത്തോടെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യമുള്ള ഇടമായതുകൊണ്ട് ശുശ്രൂഷയുടെ ആ നിലകളിൽ ദൈവം ആദരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. അതിന്റെ പ്രിയമുള്ളവരെ സമയപരിമിതിയിലൂടെ നിർത്തുന്നത് ആവശ്യമായതുകൊണ്ട് സ്തോത്രം. ഞാൻ ശ്രദ്ധിക്കുന്നവരാരെങ്കിലും ഈ പ്രവാചകൻ കണ്ടെത്തിയ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു ദൈവമൈതലാണെന്ന് ഉറപ്പ് കൈവരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷം നിങ്ങൾ എവിടെയായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയത്തില്ല. തന്റെ ഇടം കൊണ്ടും പാശ്ചാത്യം കൊണ്ടും പറയാവുന്ന ഉത്തരമല്ലത്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ പ്രേരണയാൽ നൽകേണ്ട ഉത്തരമാണത്. അത് കൈവരിപ്പാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ശേഷിക്കുന്ന ആയുസിന്റെ ഒരു നിമിഷമേ ഉള്ളെങ്കിലും അതേ ക്രൂശിലേക്കുള്ളതിനെ പോലെ ഒരു നിമിഷമേ ഉള്ളെങ്കിലും അതല്ല ചില നാളുകളുണ്ടെങ്കിൽ അതത്രയും കർത്താവിന് വേണ്ടി മാത്രമായിരിക്കാം. ഇവിടം വിട്ടാൽ ചെന്ന് ചേരേണ്ട നിശ്ചയ കൊട്ടാരം ഏതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രത്യാശയുടെ തുറമുഖത്തെ എല്ലാക്കാർക്കും വിശ്വാസ ജീവിതം നയിച്ച് ദൈവദിന പ്രകാരം മുമ്പോട്ട് ചുവടുകളിൽ വെക്കുവാൻ ദൈവം മാന്യ സർവ്വതാക്കൾക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. ഇവിടെയും അവരെ ഓർപ്പിച്ചതുപോലെ സ്തോത്രം പ്രത്യാശയില്ലാത്ത മറ്റ് ജാതികളെ പോലെ ദുഃഖിക്കാതിരിക്കാൻ മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവർ എവിടെ ആയിരിക്കുമെന്നുള്ളത് ദൈവദിനം വ്യക്തമായി ഉറപ്പ് നൽകുന്നതുകൊണ്ട് തന്റെ ഹൃദയത്തിനും തന്റെ കുടുംബത്തിനും ആ ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നത് പിന്നെ ശേഷിച്ച ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ആ സമയത്ത് ഒരുമിച്ച് രൂപാന്തര ശരീരമാണ്. രോഗത്തിനും ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും കഷ്ടതയ്ക്കും വേദനകൾക്കും പിടിക്കുവാൻ കഴിയാത്ത കീഴടക്കുവാൻ കഴിയാത്ത ഒരു രൂപാന്തരത്തിന്റെ അക്ഷയ ശരീരത്തോടുകൂടെ താൻ പുനരുത്ഥാനം പ്രാപിച്ചു വരുമ്പോൾ ഒരുമിച്ച് ദൈവസ്ഥനയിൽ കർത്താവിന് എതിരേൽപ്പാൻ നമുക്കും ഇടയായി തീർത്തെ എന്നുള്ള തികഞ്ഞ പ്രത്യാശയോടുകൂടെ തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവം അവരുടെ അനുഗ്രഹമായി ചെയ്തെടുക്കുവാൻ കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് അത് തന്റെ കുടുംബാംഗങ്ങളെയും ദൂരങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം തന്ന ദേവദാസനോടും എന്നെ കേട്ടവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇരിക്കുന്നു. കർത്താവ് മേൽ വിജയം അനുഗ്രഹിക്കട്ടെ. ഏറെ നാളായി കാണാനാശയാ നാമം വാഴ്ത്തപ്പെടുമാറാകും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നെന്ന് അരുളിയ കർത്താവിൻ്റെ ദിവ്യ സമാധാനം ദുഃഖത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെയും നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെന്നേർന്ന പിതാവിൻ്റെ അന്ത്യ ശുശ്രൂഷയെങ്കിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തരും വിവിധ സാഹചര്യങ്ങളിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നെങ്കിലും നമ്മെ ഇത്ര പേരെങ്കിലും കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമാ ഞാൻ ദൈവത്തിന് നന്ദി കരുതി. ദൈവത്തിന് സ്തോത്രം. അധിക സമയം നമ്മുടെ മുമ്പാകെ
എടുക്കുവാൻ ഉള്ളതല്ലല്ലോ. അറിയാൽ തിരുവഴുത്തുനിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ ഉണർത്തിയ ഒരു വേദഭാഗം പറഞ്ഞ് എന്നെ ഉണർത്തിയ ചില ആത്മീയ മർമ്മങ്ങൾ അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് എൻ്റെ ഭാഗം നിന്ന് ഞാൻ വിരമിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഭക്തനായ യോബിൻ്റെ പുസ്തകത്തിലേക്ക് ഈ വൈകവേളയിൽ നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഭക്തനായ യോബ് തൻ്റെ ജീവിതകാല സാന്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനെന്ന് നമുക്കറിയാം. വിശുദ്ധ തിരുവഴുത്ത് 5-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭക്തനായ യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത നമുക്ക് ഈ പകൽക്കാലം അല്പസമയത്ത് ധ്യാനത്തിനോട് വായിപ്പാൻ താല്പര്യപ്പെടുകയാണ്. വായിച്ചത്: തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ദൈവത്തിന് സ്തോത്രം. യോബിനോടുള്ള അനുഗ്രഹം എന്ന പോലെ ഭക്തനായവനോട് പറയാണ്, തക്ക സമയത്ത് നീ അത് അങ്ങനെ ആയിത്തീരുമെന്ന് പറയാം. ഈ പിതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഭൂമിയുടെ മുഖത്ത് 69 വയസ്സെന്ന് ഒരുപക്ഷെ നമുക്ക് കുറവോ കൂടുതലായി നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെ നമ്മൾ എണ്ണിയാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതിന് മാറ്റമില്ല. തക്ക സമയത്താണ് കർത്താവ് പിതാവിനെ ചേർത്ത. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പകൽക്കാലം വന്ന് കാണുമ്പോഴും അപ്പച്ചൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടെ ലോകപ്രകാരമുള്ള എൻ്റെ അറിവിന് മുമ്പിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നാൽ ഈ പ്രഭാതത്തിൽ താൻ ചേർക്കപ്പെട്ടപ്പോൾ എൻ്റെ അറിവല്ല, ദൈവത്തിന്റെ നിശ്ചയമാണ് തന്നെ നിറവേറ്റിയത്. തക്ക സമയം ദൈവത്തിന് തെറ്റുപറ്റിയില്ല. ദൈവം തന്റെ തക്ക സമയത്ത് തന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ തികച്ചതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഇവിടെ ഭക്തനായ യോബിന്റെ പുസ്തകത്തിൽ നാം വായിച്ചു, ഒരു കറ്റയും ഒരു കൂമ്പാരത്തെയും ഒരു കല്ലറയും അവിടെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം നമുക്ക് സവിസ്തരമായി ചിന്തിപ്പാൻ ഇത്തരണത്തിൽ സാധ്യമല്ലെങ്കിലും അതിന്റെ ചില സത്യങ്ങളെ മാത്രം പറയുവാനാണ് നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഒന്ന് കോറിയിടാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ധന്യനായി എൻ്റെ ഈ തിരുവഴുത്തിലെ വാക്കുകൾ കൊണ്ട് ഞാൻ ധന്യനായി തീരുകയാണ്. നിങ്ങളെ ശ്രദ്ധയെ ഞാൻ അതിനായി ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് നമ്മൾ തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്ന ഒരിക്കൽ കൂടെ ആ വേദവാക്യം വായിച്ചാട്ടെ. 5-ാം അധ്യായം 26-ാം വാക്യം വായിച്ചു: തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. നോക്കുക, പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ കല്ലറയിലേക്ക് കടക്കും. തക്ക സമയത്ത് കറ്റക്കൂമ്പാരത്തിൽ അടുക്കി വെക്കുന്ന പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ ദൈവമക്കളെ എന്താണ് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത്? ഒന്ന്, അവിടെ ഒരു കല്ലറ, ഒരു കറ്റ, ഒരു കൂമ്പാരത്തെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് ആ കറ്റയെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ 1-2 വാക്കുകൾ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നു. കറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഒരു ഭക്തന്റെ മരണത്തെ അല്ലെങ്കിൽ ജീവിത അവസാനത്തെ കറ്റ കൂമ്പാരത്തോട് വിശുദ്ധ തിരുവഴുത്ത് ഉപമിച്ച് അല്ലെങ്കിൽ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഈ കറ്റയെ നമ്മൾ തിരുവഴുത്തിലെടുത്ത് പഠിക്കുമ്പോൾ അതിന് നിങ്ങൾ ഭവനങ്ങളിൽ ചെന്ന് എന്നെക്കാളും അക്ഷരാഭ്യാസം വിദ്യാഭ്യാസം ഉള്ളവരെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 29-ാം അധ്യായം 34-ാം വാക്യത്തിന് ഈ കറ്റക്കൂമ്പാരം അതിന്റെ പൂർണ്ണ വാർദ്ധക്യത്തിൽ അടക്കം എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ കൊടുത്തതിന് അപ്രൈറ്റ് എന്നാണ് കൊടുത്തത്. സ്റ്റുഡ് ആൻഡ് അപ്രൈറ്റ് എന്നാണ് ഇതിന് പഠിത്തിരിക്കുന്ന വാക്ക് എന്ന് ചോദിച്ചാൽ, അർത്ഥം എന്ന് ചോദിച്ചാൽ ദൈവമക്കളെ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഇങ്ങനെയാണ്: മോർ അപ്രൈറ്റ് ഇൻ ഹാർട്ട് ഫോർ സാങ്ക്ടിഫൈ എന്നാണ്. മോർ അപ്രൈറ്റ് ഇൻ ഹാർട്ട് ഫോർ സാങ്ക്ടിഫൈ. അപ്പൊ എന്താണ് കറ്റക്കൂമ്പാരം? അല്ലെങ്കിൽ അതിന് എഴുന്നേറ്റ് നിവർന്നു നിന്നു എന്നൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ സ്റ്റുഡ് അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ ദൈവമക്കളെ അവിടെ ആ വാക്കിൽ കൊടുത്തിരിക്കുന്നത് മോർ അപ്രൈറ്റ് ഇൻ ഹാർട്ട് ഫോർ സാങ്ക്ടിഫൈ എന്നാണ്. വിശുദ്ധീകരണത്തിന് വേണ്ടി ഉള്ള വാഞ്ച എന്നാണ് ആ വാക്കുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കറ്റക്കൂമ്പാരത്തിൽ അടുക്കി വെക്കുന്ന പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ ചേർക്കുമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം അത് വിശുദ്ധീകരണത്തിലാണ് അവസാനിക്കുന്നെങ്കിൽ അവനെ പ്രത്യാശയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഈ പിതാവിൽ കണ്ട എത്രയോ നല്ല കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പുതുമയായിരുന്നു. കാരണം പിതാവിനെ കണ്ടു എങ്കിലും ആഴമായി അറിയുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ സ്റ്റുഡ് അപ്രൈറ്റ് അല്ലെങ്കിൽ അപ്രൈറ്റ് ഫോർ സാങ്ക്ടിഫൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് തന്നെ ചേരും? വിശുദ്ധ തിരുവഴുത്ത് പറയുമ്പോൾ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥനയാലും ദൈവവചനത്താലും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള തന്റെ ഹൃദയത്തിലെ വാഞ്ച അതെ തന്നെ ഒരു ഉത്തമനാക്കി അല്ലെങ്കിൽ കറ്റകുമ്പാരം ചേർക്കുന്ന പോലെ പൂർണ്ണ വാർദ്ധക്യം തന്റെ സമയത്ത് താൻ ചേർക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും വേദപുസ്തകം അറിയുന്നവർക്കറിയാം യോസഫ് കണ്ട ദർശനവും യോസഫ് സഹോദരന്മാരോട് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 37-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ എന്റെ കറ്റ നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റ എന്നെ നമസ്കരിച്ചു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൽ നിന്ന് നമുക്ക് എന്താണ് പറയുന്നത്? ഒരു ഭക്തൻ ഭൂമി ജീവിക്കുമ്പോൾ അവൻ നിവരെ ജീവിക്കണം. കറ്റകുമ്പാരത്തിൽ അല്ലെങ്കിൽ പൂർണ്ണ വാർദ്ധക്യത്തിൽ ആ പ്രത്യാശയിൽ ഒരുവൻ ചേരണമെങ്കിൽ നിവരെ നിൽക്കുന്ന ഒരു ജീവിതം വേണം. ദൈവത്തിന് സ്തോത്രം. 1-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ ദാവീദ് അവിടെ പരിശുദ്ധാത്മ പ്രേരിതനായി
എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. എന്ത് പറയുന്നു? പാപികൾ അത് അവിടെ നിവർന്നു നിൽക്കുകയില്ല, നീതിമാന്മാരുടെ സഭയിൽ. അപ്പൊ പാപമില്ലാത്തവനായി ജീവിക്കുവാൻ ഈ പിതാവിന് ഒരു വാഞ്ചയുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടും ആത്മീയ പാപത്തെ വെറുക്കുവാൻ തനിക്ക് താല്പര്യമുണ്ടായി. അന്ന് ഇവരെ നിന്നും ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്കും പ്രിയപ്പെട്ടവരെ, പാപം നമ്മളോട് സന്ധി പുലർത്തുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെന്ന് കയറണമെങ്കിൽ ഒരു നേരായ ജീവിതം, നിവരെ നിൽക്കുന്ന ജീവിതം, അത് ഈ പ്രിയ പിതാവിന് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. താൻ അക്കാര്യങ്ങളൊക്കെ ഉത്സാഹമായിരുന്നു എന്നുള്ളത് താൻ ഈ ലോക്ക്ഡൌണിൽ തുടങ്ങുന്ന സമയം തനിക്ക് ശാരീരികമായി പ്രയാസം ഉണ്ടെങ്കിലും ഫെയ്ത്തോമിലേക്ക് താൻ രാവിലെ സമയം വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പായി താൻ ഈ രാവിലെ സമയം ഫെയ്ത്തോമി വന്നിട്ട് തനിക്ക് ഈ മാസം ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ച എന്തിനാ വന്ന്? കാരണം തനിക്ക് ശരീരത്തിൻ്റെ വാഹനമില്ല. ആരെയോ സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് ഫെയ്ത്തോമി വന്ന് തനിക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളത് താൻ തന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ച എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇല്ല, എൻ്റെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്റെ ഗ്രഹകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാൻ ഏതോ ഒരു ആത്മീയ പ്രേരണ തനിക്കുണ്ടായി. താൻ ആ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയങ്ങളിലെല്ലാം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു നിശ്ചയത്തോടെ പിതാവ് ഓടിയപ്പോൾ താൻ സന്തോഷത്തോടെ അക്കരനാട് എത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാനും നിങ്ങളും നിശ്ചയത്തോടു കൂടിയാണ് ഓടുന്നത്. നമുക്ക് ആ നിശ്ചയം ഉണ്ടാവട്ടെ. ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നിവരെ നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കണം. അപ്പൊ പാപത്തോട് നമുക്കൊരു സന്ധി ഉണ്ടാവും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അതിന് എങ്ങനെ നമ്മളെ കഴിയും? ആ ഒരു ജീവിതം നിവരെ നിൽപ്പാൻ നമ്മെ എങ്ങനെ പ്രാപ്തരാക്കും? അതിനാണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഒരു മനുഷ്യൻ വായിക്കുന്നത്. ഇത്തരണത്തില് ഞാൻ ഒരു വായിച്ച കഥ ഓർമ്മ വരികയാണ്. പണ്ട് ഇറ്റലിയില് പഴങ്ങൾ വിൽക്കുന്ന ഒരു സാധുവായ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഒഴിവുവേളയിൽ കച്ചവടത്തിന് ആളുകളില്ലാതിരിക്കുമ്പോൾ, വാങ്ങുവാൻ ആളുകളില്ലാതിരിക്കുമ്പോൾ ഈ പെൺകുട്ടി വിശുദ്ധ വേദപുസ്തകമാണ് തന്റെ ഒഴിവു സമയങ്ങൾ വായിച്ചുകൊണ്ട്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു മാന്യനായ അദ്ദേഹം ഈ പെൺകുട്ടിയുടെ നീ എന്താണ് വായിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ വിശുദ്ധ വേദപുസ്തകമാണ്. ഇത്രയും വിഡ്ഢിത്തം നിറഞ്ഞതായ ഒരു പുസ്തകം ആരെങ്കിലും വായിക്കുമോ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അതങ്ങനെയല്ല, ഞാൻ ദൈവത്തിൽ നിന്നുള്ള ആ സന്തോഷം, ആ സന്തോഷം ഈ വേദപുസ്തകം വായനയിലൂടെ എനിക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? ദൈവം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, സാർ അങ്ങനെയാണോ പറയുന്നത്? അതെ, എൻ്റെ അഭിപ്രായം, എൻ്റെ നിശ്ചയം അതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാർ സൂര്യനുണ്ടോ എന്ന് ചോദിച്ചു. സൂര്യനില്ലേ, ഇതാണ് ഉദിച്ച് പ്രകാശിക്കുന്നു, അതിനെ നോക്കുവാൻ പോലും കഴിയും. അപ്പോൾ ഉദിച്ചു പ്രകാശിക്കുന്ന ഒരു സൂര്യനെ ഉണ്ടെന്ന് അങ്ങേക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പറയാണ്, അതിന്റെ പ്രകാശം, അതിന്റെ ചൂട് അനുഭവിക്കുന്നതുകൊണ്ട് നിഷേധിക്കാൻ എനിക്ക് കഴിയില്ല. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ചൂടും ദൈവത്തിന്റെ സാന്നിധ്യം ഉണരുന്നുകൊണ്ട് എനിക്കിത് നിഷേധിപ്പാൻ തരവില്ല. എൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ആ തന്നെ ധനികനായിരുന്നു, പക്ഷെ ദൈവവചന പ്രകാരമായി അറിവില്ലാത്ത അദ്ദേഹത്തിന് അതൊരു വലിയ കാര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നല്ല മാതൃകയുള്ള ജീവിതം നയിക്കാം. പാപത്തോട് നമുക്ക് വിട പറയാം. ഈ പിതാവ് അങ്ങനെ ആയിരുന്നു, അങ്ങനെ തന്നെയാണ് താൻ ജീവിച്ചത്. ഇനി നമ്മൾ ദൈവത്തിന്റെ തിരുവഴുത്തിൽ വരുമ്പോൾ എല്ലാം എൻ്റെ മുമ്പിൽ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചും കൂടെ വേഗതയിൽ പോവുകയാണ്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, രൂത്ത് എന്നായ സ്ത്രീയെ അവൾ മണവാട്ടി പദത്തിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ ബോവസിന്റെ മണവാട്ടിയായി ഭാര്യയായി തീരുവാൻ അവൾ ചെയ്ത ഒറ്റ കാര്യം ഉണ്ടായിരുന്നു. അവൾ കൊയ്ത്തിന്റെ മേലാളന്മാരോട് പറയുന്നു, ഞാൻ വയലിൽ എന്ന് കറ്റ പെറുക്കിക്കോട്ടെ എന്നാണ്. കറ്റ കൊയ്യുന്നവരുടെ ഇടയിൽ ആ കതിർ ഞാൻ പെറുക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അവളെ അനുവദിക്കുന്നു. അപ്പൊ ഈ കറ്റ അത് കൊയ്യുന്നിടയിൽ വീഴുന്നതായ കതിര് പറക്കുവാൻ ഒരു താഴ്മ എല്ലാവരെയും കൊണ്ടും ദൈവമക്കൾ ഇത് സാധ്യമല്ല. അതാണ് മുമ്പേ പറഞ്ഞതായ പ്രിയപ്പെട്ട പാസും മറ്റുള്ളവരെല്ലാം പറഞ്ഞ് ക്രിസ്ത്യ ജീവിതത്തിൽ വരുമ്പോൾ ഏറിയ നിന്നയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറിയ പഴിയുണ്ട്, ദൂഷ്യമുണ്ട്. അതെല്ലാം മൗനമായി സഹിച്ചാൽ ആ കുനിഞ്ഞു പറക്കാൻ ഒരുവന് കഴിയാത്തിടത്തോളം കാലം ഈ ജീവിതം കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ പിതാവിന് നല്ലപോലെ അതിനുള്ള മനസ്സ് ദൈവം കൊടുത്തു. സൗമ്യനായി തന്റെ ജീവിതയാത്ര തുടർന്നു. താൻ അങ്ങനെ മുന്നോട്ട് പോവുകയും ആകയാൽ നോക്കുക, ആ ഒരു നല്ല ജീവിതത്തിന്റെ പര്യവസാനത്തിലേക്ക് വന്ന് സന്തോഷത്തോടെ. പ്രിയപ്പെട്ട ദാസി എന്താ പറഞ്ഞത്? ഞാൻ സന്തോഷത്തോടെ. എത്ര ഭാര്യമാർക്ക് നിങ്ങൾ ഇരിക്കുന്നവരൊന്ന് ചിന്തിക്കണേ. നിങ്ങളെ ഒന്ന് മരിച്ചു പോയാൽ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയും, സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നു തൻ്റെ ഇടത്തോടെ എത്ര പേർക്ക് പറയും? ഞാനൊരു വെല്ലുവിളിയായിട്ടും കൂടെ ചോദിക്കുന്നത്, തൻ്റെ ഇടത്തോടെ നിങ്ങൾ എത്ര പേർക്ക് പറയാൻ പോകുന്നത് ഇന്നടത്താണെന്ന് അറിഞ്ഞാലേ ദൈവമക്കളെ തൻ്റെ ഇടം ഉണ്ടാവുള്ളൂ.
ആ ഒരു തൻ്റെ ഇടം ഈ പ്രിയ പിതാവിൽ നിന്ന് മാതാവിന് കിട്ടി, അല്ലെങ്കിൽ എവിടെയാ പോകുന്നത് നല്ല ബഹുനിശ്ചയമുണ്ടായി. ഞാനതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഈ പ്രിയപ്പെട്ടവരോട് കരുണ കാണിച്ചല്ലോ, നഷ്ടമായി പോയിട്ടില്ല. യേശു പറയുന്നല്ലോ, എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതൊന്നും നഷ്ടമായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പേ എപ്പോഴാണ് താൻ രക്ഷിക്കപ്പെട്ടത്? ഒരു കാലത്ത് തന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ അപ്രത്യക്ഷ വരമേൽപ്പിച്ചപ്പോൾ ഈ സന്ധ്യാസമയത്തോടടുത്ത് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയും, ദൈവത്തെ വിശ്വസിക്കുന്നത് നഷ്ടമായി പോയിട്ടില്ല. പ്രിയ തോമസ് അപ്പച്ചൻ അതെ ദൈവത്തിന് ലാഭമായി തീരുകയാണ്. താൻ അനിത്യതയിൽ പാർശ്വ പറഞ്ഞ പോലെ കുറവുകളില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് താൻ ചേർക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുങ്ങാം. സമയം പരിമിതമായതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കട്ടെ. തക്ക സമയത്ത് കറ്റപ്പുംഭാരത്തിൽ അടുക്കുന്ന പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറെങ്കിലും കിടക്കുമെന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ അതിനു വേണ്ടി ദൈവത്തെ സ്വന്തമായി സ്വീകരിക്കണം. അവൻ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഞാൻ അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങളെല്ലാവരും ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരാണല്ലോ, നമ്മൾ മനുഷ്യരെല്ലാം അങ്ങനെ അതിന് വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് വിരമിപ്പാൻ ആഗ്രഹിക്കണം. കറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണം, നമ്മളെല്ലാം കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ഭൂരിഭാഗം ആയതുകൊണ്ട് നെൽകൃഷിയാണല്ലോ നമുക്ക് കറ്റ എന്ന് അറിയാൻ പറ്റുന്നത്. നോക്കുക, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഈ തിരുവഴുത്തന്നെ ഉണർത്തിയത് കൊണ്ടും ദൈവാത്മാവ് ആ ചിന്ത തന്നുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, ആ കൃഷി ചെയ്യുമ്പോൾ നോക്കുക, അത് ചേറിലാണ് അല്ലെങ്കിൽ ചെളിക്കണ്ടത്തിനാണ് ആ വിത്ത് വിതയ്ക്കുന്നത്. പക്ഷെ വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു ചെളിയുടെ അംശം പോലും ആ നെല്ലിനകത്തില്ല. അത് പൂർണ്ണ വിളവെത്തുമ്പോൾ നിൽക്കുന്നത് ചെളിയുടെ അംശമാണ്. കൊയ്തെടുക്കുന്ന കർഷകന് ചെളിയുടെ നാറ്റം ഉണ്ടാവും, അത് മെതിക്കുന്ന വണ്ടിക്ക് നാറ്റം ഉണ്ടാവും. പക്ഷെ കൊയ്തെടുത്ത ഒരു ധാന്യത്തിന് ഉള്ളിൽ പോലും ആ ചേറിന്റെ മണമില്ല. കാരണം എന്താണ്? അത് ജീവനോടെ ഇരുന്നപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ജീവനുണ്ടായിരുന്നു. ആ ജീവനാണ് ഒരു ചേറിന്റെ മണം പോലും ഇല്ലാതെ മണിയായി തീരുവാൻ ആ നെൽമണിയെ സഹായിച്ചത് അതിന്റെ ജീവനെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലാത്തവനൊന്നും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ഈ ലോകമാകുന്ന ചെളിയിൽ നിങ്ങൾ ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. അതിന്റെ മണം നമ്മിൽ ഉണ്ടാവും. ആ മണം ഉണ്ടെങ്കിൽ ഒരിക്കലും നിത്യരാജ്യത്തിൽ നിന്ന് ചേരാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആ നെൽമണി നെൽച്ചെടി ചേറിൽ വളരുമ്പോൾ നോക്കുക, അതിന്റെ ജീവനാണ്. അതിന്റെ ഉള്ളിൽ ഒരു ചേറിന്റെ അംശം പോലും മണം പോലും ഇല്ലാതെ അതിനെ കാക്കുന്നെങ്കിൽ എന്നിൽ നിങ്ങളുടെ ഒരു ജീവൻ ഉണ്ടാവട്ടെ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്ക്ക് തള്ളിയിടൂ. നമ്മുടെ കർത്താവ് ജീവനാണ്. അവൻ പറഞ്ഞു, ഞാൻ സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാൻ വന്നിരിക്കുന്നു. ജീവനുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവങ്കിൽ നിന്ന് ജീവൻ പ്രാപിക്കാം. ഈ പിതാവ് അത് കണ്ടെത്തി. അതുകൊണ്ട് പിതാവിന്റെ ജീവൻ നഷ്ടമായിട്ടില്ല. താമസമില്ല. കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ പ്രിയ പിതാവിനെ അന്ന് കാണാം. അതേ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടും കൂടെ ലാസറിനെ പുറത്തു വിളിച്ചപ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നതുപോലെ ഒരു നാൾ പേർ ചൊല്ലി വിളിക്കും ഈ പിതാവിന്. പ്രിയ തോമസേ എന്ന് വിളിക്കുമ്പോൾ ഈ പ്രിയ പിതാവ് എഴുന്നേറ്റ് വരും. അന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ. അതിന് ഭാഗ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഇത്തരത്തിൽ നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. എന്നാൽ ഒന്ന് നമുക്ക് നിശ്ചയം, നമ്മുടെ കർത്താവിന്റെ വരവ് സമാഗതമായി. സംഭവവികാസങ്ങളെല്ലാം പറഞ്ഞു അരുമനാഥൻ അരുളിയ സകലം നിവൃത്തിയാകുന്നു. അവിടെ എവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാവും, ക്ഷാമങ്ങളും മഹാവ്യാധികളും ഉണ്ടാവും. നോക്കുക, ശാസ്ത്രം പുരോഗമിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്തയ്ക്ക് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം പുരോഗമിച്ചു. സൂര്യനെ പരിവേഷണം നടത്തുന്നു. ഏറ്റവും അടുത്തുകൂടാത്ത ഗ്രഹമായ തീഷ്ണതയേറിയ ഗ്രഹത്തെ വരെ പരിശോധന നടത്തുന്നു. കേവലം ഒരു വൈറസിന് മുമ്പിൽ ജ്ഞാനം മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടൊന്നും സാധ്യമല്ല. ഇവിടെ കരുണ കാണിക്കുന്ന ഒരു ദൈവത്താൽ മാത്രമേ മാനവരാശി രക്ഷപ്പെടുകയുള്ളൂ. അവയാ നമുക്ക് കരുണ കാണിക്കേണ്ടതിന്. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നമുക്ക് അവിടെ ഓടിച്ചെല്ലാം. ഏത് സമയത്തും നമ്മെ സ്വീകരിപ്പാൻ ഒരു അരുമനാഥനുണ്ട്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് നോക്കുക. ആ നെൽച്ചെടി വളരുമ്പോൾ അതിന്റെ അത് ചെളിയിലാണ് വളരുന്നെങ്കിലും അതിന്റെ ജീവൻ അതിനെ ചെളിയില്ലാത്ത പോലെ ആക്കി തീർക്കുന്നെങ്കിൽ, മണമില്ലാത്തതുപോലെ അതിന്റെ അംശമില്ലാത്ത മക്കനും ഒരു ജീവൻ കർത്താവിന് പ്രാപിക്കാൻ പറയാണ്. അത് ദാഹിക്കുന്നവന് ഇച്ഛിക്കുന്നതിന് സൗജന്യമായി എന്റെ അടുക്കൽ വാങ്ങി കുടിക്കട്ടെ. അങ്ങനെ കർത്താവ് പറയാണ്, ജീവജലത്തിന്റെ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ തിരുവെഴുത്ത് അല്ലെങ്കിൽ ആ ജീവജലത്തിന്റെ നദി അവനിൽ നിന്ന് ഒഴുകുമെന്നാണ്. നമുക്ക് ഈ ജനത്തിൽ നമുക്ക് ആഗ്രഹിക്കാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ. ഒരു കാലത്ത് അത് കേട്ടവർ അനേകർ തന്നെ പൂജിച്ചു. തമാശ, എന്തിനാണ് ഈ പാഴായ പണി? യേശുവിനെ സ്വന്തം രക്ഷിതാവായി എന്തിനാണ് ചിന്തിച്ചു? ഇല്ലാതെ മക്കളെ, കൃഷിക്കാരൻ ആ നെൽവിത്ത് വയലിലേക്ക് വിളക്കിറങ്ങുമ്പോൾ നോക്കുക, അവന്റെ മുട്ടറ്റ താഴ്ന്ന ചെടിയിലേക്കാണ് ആ വിത്ത് വരയ്ക്കുന്നത്. അത് ഒരുവൻ കണ്ടു കഴിഞ്ഞാൽ പറയും, ഭോഷനാണ്, തന്റെ വിത്ത് ആഹാരത്തെ എറിഞ്ഞു കളയുന്ന ഈ മനുഷ്യൻ ഭോഷനല്ലേ? ഇല്ല, കൃഷിക്കാരൻ ഒരു നിശ്ചയമുണ്ട്. ചില നാളുകൾ കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു സസ്യ ഉയർത്തലും രക്ഷിക്കപ്പെടുന്ന ഭോഷത്വമെന്ന് ഈ പ്രിയ പിതാവിനോട് പറഞ്ഞ പിതാവിന് നിശ്ചയമുണ്ടായിരുന്നു. ഇല്ല, ഇത് ഭോഷത്വമല്ല, ഇത് നശിച്ചു പോകുന്നവരുടെ ഭോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ജീവശക്തി എന്ന് ഈ പിതാവിന് മനസ്സിലായി. സധൈര്യം അതിന് ചുമല് കൊടുത്തു.
അതേ ദൈവത്തിന്റെ മുഴുവൻ സ്നാനത്തെ കണ്ടപ്പോൾ അത് മോക്ഷത്തിൽ നിന്ന് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർ കണ്ടെന്നിരിക്കാം. പിതാവിന് മനസ്സിലായി ക്രിസ്തുവിനെ ധരിച്ചെങ്കിൽ മാത്രമേ അവിടെ കാണുകയുള്ളൂ. ഈ മണ്ണായ ശരീരം കൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. എന്റെ യേശുവിനെ ഞാൻ ധരിച്ചാൽ, എന്റെ യേശുവിനെ ഞാൻ പുറമെ ധരിച്ചാൽ, ഈ മൺകൂടാരത്തിൽ അവന്റെ അദൃശ്യമായ സാന്നിധ്യത്തെ വസിപ്പാൻ അവന്റെ കൽപ്പനയാകുന്ന മുഴുവൻ സ്ഥാനം സ്വീകരിച്ചാൽ ക്രിസ്തുവിനെ ധരിപ്പാൻ തനിക്കൊരു ഭാഗ്യം കിട്ടിയപ്പോൾ താൻ അതിന് കീഴ്പ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇനി തന്നെ അവിടെ സ്വീകരിക്കേണ്ടതിന് വേണ്ടി തനിക്കൊരു ശക്തി ആവശ്യം. അതാണ് ഞാൻ പറഞ്ഞത്, ചേറിൽ വിതയ്ക്കപ്പെടുന്ന ആ നെൽവിത്തിൽ അത് ജീവൻ ഉണ്ടായി, അത് ജീവൻ മൂലമായി മണമില്ലാത്ത ചേറിന് ആവശ്യമില്ലാത്ത പോലെ വളരുന്ന പോലെ ഒരു ജീവൻ തന്നിലുണ്ടായി. പാപത്തിന്റെ എല്ലാ സകലവിധമായ കാര്യങ്ങളെ വെറുത്തുകൊണ്ട് നോക്കുക, അത് താൻ തന്റെ ഓട്ടം ഓടി തികച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് ആഗ്രഹിച്ച തുറമുഖത്ത് ഈ പിതാവ് ചെന്നെത്തി. അത് സഹോദരൻ പറയാം, ഈ പിതാവ് ആഗ്രഹിച്ച തുറമുഖത്ത് ചെന്നെത്തി കഴിഞ്ഞു. നമുക്ക് ഒരുങ്ങാം പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇത്തരണത്തിൽ എനിക്ക് നിങ്ങൾക്കും നമ്മുടെ മരണത്തിനും വായി നമ്മുടെ കർത്താവിന്റെ വരവിന് ഒരവസരം തന്നെങ്കിൽ നമ്മുടെ പേര് ആ പുസ്തകത്തിലുണ്ടോ എന്നൊന്ന് പരിച്ചു നോക്കാം. അത് ജീവന്റെ പുസ്തകത്തിൽ നമുക്ക് നമ്മുടെ പേരെഴുതാം. അതിനൊന്നേ ചെയ്യേണ്ടുള്ളൂ. കർത്താവിന്റെ രക്തം യോഹന്നാന്റെ സുവിശേഷം 1-ാം ഈ ലേഖനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ അവന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പാ ഞാനൊരു പാപി, ഞാനൊരു കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ തങ്കനിണം ഇന്ന് നമ്മളെ കഴുകുവാൻ ഈ 4 മണിയോട് അടുത്തും അവിടുന്ന് വിശ്വസ്തരാണ്. നമുക്ക് അവനെ ഏൽപ്പിക്കാം, അവന്റെ കൽപ്പനകളെ അനുസരിക്കാം. പിതാവിന് ഭാഗ്യം കൊടുത്തല്ലോ. ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കട്ടെ. കരുണയുള്ള പിതാവ് എന്നെയും നിങ്ങളെയും നല്ല ഓട്ടോടെ അത് കർത്താവിന് മറുപണിയുവാൻ സഹായിക്കട്ടെ. കൃപയാൽ ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ഈ ദേശത്ത് ഗോതമണി നിലത്ത് വീണ് ചാകുന്നില്ല, ഇങ്ങനെ തനിയിരിക്കും ചത്തുവെങ്കിലും വളരെ വിളവ്. ഇത് കണ്ടു കേട്ടു പറഞ്ഞ് അനേകായിരങ്ങൾ സത്യത്തിൽ പിൻപറ്റി വരട്ടെ. അതിനാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കരുണയുള്ള പിതാവ് ഇത്രത്തോളം ശുശ്രൂഷകളെ ഭാരമേറ്റ് നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കേൾപ്പിച്ച നല്ല സാക്ഷികൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അങ്ങനെ എല്ലാ നല്ല തിരുവഴുത്തുകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇത് കേട്ട് പ്രിയപ്പെട്ടവർ കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരോട് കർത്താവ് കരുണ കാണിക്കണം. അവരോട് കൃത്യമായി ഇടപെടണം, സംസാരിക്കണം. നിൽക്കുന്ന ദിവസത്തിന്റെ പ്രാർത്ഥനയും ധർമ്മത്തെയും കൈക്കൊണ്ട് അവനോട് കരുണ കാണിച്ച് അവന് വീണ്ടും ജനിക്കുന്ന വഴി പറഞ്ഞു കൊടുത്ത് കൊർന്നേലിയോസിനെ ആ ദർശനത്തെ വെളിപ്പെടുത്തി കൊടുത്ത് അവനെ രക്ഷിച്ചെടുത്തപോലെ അനേകായിരങ്ങളോട് സത്യം വെളിപ്പെടുത്തി കൊടുക്കട്ടെ. ഞാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കൂടെപ്പെട്ടവരെല്ലാവരെയും ആശ്വസിപ്പിക്കുവാനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കരുണയും മനസ്സരിവുള്ളവനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രിയ പിതാവിൽ അവിടുന്ന് ആരംഭിച്ച് തികച്ച നല്ല പ്രവൃത്തിക്കാൻ ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. പിതാവേ, തക്ക സമയത്ത് കറ്റ കുമ്പാരത്തിൽ അടുത്തു പൂർണ്ണ മാർഗത്തിൽ നീ കലറെങ്കിൽ ചേരുമെന്ന് കർത്താവിന്റെ പറഞ്ഞു. സത്യമായി അങ്ങ് കർത്താവെ പൂർണ്ണമാക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ അടുത്ത് ചേർത്തു. അതിൽ അല്പം പോലും കർത്താവ് തെറ്റുപറ്റിയില്ല എന്ന് ഒന്നുകൂടെ ഗ്രഹിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിക്കാൻ കർത്താവെ സുഹൃത്തോളം ശുശ്രൂഷകളെ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് കേൾപ്പിച്ച വചനങ്ങൾക്കാം, നൽകി തന്ന സാക്ഷ്യങ്ങൾക്കാം, ഗീതങ്ങൾക്കാം, തിരുവഴുത്തുകൾക്കാം എല്ലാറ്റിനും നന്ദി. കർത്താവെ കേട്ടിട്ട് കർത്താവെ ഞങ്ങളുടെ വഴികളിലേക്ക് തിരിയുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുമാറാണ്. കർത്താവെ ഞങ്ങളുടെ ജീവന്റെ രക്ഷയ്ക്ക് കാരണം ഞങ്ങൾ ആ ജീവൻ പകരണം. ഈ കൂടപ്പെട്ടവരെല്ലാം ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ദൈവത്തിന്റെ തലവണങ്ങിയിരിക്കുന്ന പോലെ നിത്യതയുടെ തുറമുഖത്തിൽ കാണുവാൻ അവിടെ ഞങ്ങളോട് കരണം. ചില ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ പ്രിയപ്പെട്ടവരെല്ലാവരും ആശ്വസിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ ഭൗതിക ശരീരത്തെ അടക്കത്തിനായി കർത്താവിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങയുടെ സാന്നിധ്യം തന്നാട്ടെ ഏവരെയും ആശ്വസിപ്പിക്കും. മൗത്വമാനം അങ്ങേക്ക് കൃപയ്ക്കുള്ളിലായിരിക്കാൻ കാരണമാണ്. യേശു ക്രിസ്തു നാമത്തിൽ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ സെമിത്തേരിയിലേക്ക് മൃതശരീരമായിട്ട് പോകാവുന്നതാണ്. നിന്നെ വിളിച്ചവനുമ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ നമ്മൾ ഇവിടുത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ വീട്ടിലെ ശുശ്രൂഷ എല്ലാം ദൈവം ഭാരമേറ്റതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യാത്രയിൽ ദൈവം കൂടിയിരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഈ അന്ത്യ ശുശ്രൂഷയും ദൈവം നടത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, വാഴ്ചപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, എൻ്റെ ദാസനെ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്തുള്ള സന്നിധിയിലേക്ക് അങ്ങ് വിളിച്ചു ചേർത്തു. ഈ ഭൗതിക ശരീരം ഈ മണ്ണിലേക്ക് സംസ്കരിപ്പാൻ ഞങ്ങൾ നിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ സ്ഥാനത്ത് കടന്നു വന്നിരിക്കുന്ന കർത്താവെ, നിൻ്റെ വരവരെയും ആ കാഹളം ധ്വനിക്കുന്ന നല്ല സൂചന വരെയും ഈ മണ്ണിൽ വിശ്രമിക്കേണ്ടതിന് ശരീരത്തെ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവെ, കൂടെ ആയിരിക്കുന്ന തൻ്റെ കുടുംബത്തെയും തൻ്റെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും
നാളിതുവരെയും പരിപാലിച്ച് വഴി നടത്തി ജയോത്സവമായി കർത്താവ് നീയോടുന്ന് കൊണ്ടുവന്നു. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്നുവരെയും കർത്താവ് തിരുമേനിയോടുന്ന് കാത്തു. ഇന്ന് പകൽക്കാലം താൽക്കാലികമായ ഒരു വേർപാട് ഇവിടെ സംഭവിക്കുന്നെങ്കിലും പ്രിയന്റെ കാഹളനിലയങ്കൽ രൂപാന്തര ശരീരയായി ഉയർത്തി നിൽക്കുന്ന നല്ല സുദിനത്തെ പ്രത്യാശിച്ച് നിന്റെ മാറ്റമില്ലാത്ത വചന പ്രകാരം അങ്ങനെ ചെയ്യുന്ന നാളിനായി ഞങ്ങൾ നോക്കി പാർത്തുകൊണ്ട് ഈ ശരീരത്തെ ഞങ്ങളോട് മറവ് ചെയ്യുന്ന കർത്താവ് നിന്റെ കൃപ കൂടെ ഇരിക്കണമേ. കുടുംബ ശുശ്രൂഷകളെ അവിടുന്ന് ആശീർവദിക്കണമേ. എല്ലാ പോരായ്മകളെയും അകന്നു കെത്തിക്കൊണ്ട് വേദനിക്കുന്ന ഹൃദയങ്ങളിൽ ആശ്വാസവും സമാധാനവും പകർന്ന സഭയിലും കുടുംബത്തിലും പ്രിയപ്പെട്ടവരുടെ നടുവിലും നിന്റെ ദിവ്യമായിരിക്കുന്ന ആശ്വാസങ്ങളാൽ നിറയ്ക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമസ്തം ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. എല്ലാം മഹത്വം അങ്ങ് തന്നെ എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. തിരുവഴുത്തുനിന്ന് ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടും. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15-ാം അധ്യായം 50 തുടങ്ങിയുള്ളതായി വേദവാക്യം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമീക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ വിട്ട് നിത്യതയിൽ ചേർക്കപ്പെട്ടതായ ഈ പ്രിയ പിതാവിന്റെ അന്ത്യശുശ്രൂഷയെങ്കിൽ ഇവിടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വീണ്ടും ഒരല്പസമയം ദൈവത്തിന്റെ തിരുവെഴുത്ത് ധ്യാനിക്കേണ്ടത് ആവശ്യമെങ്കിലും ഞാൻ സമയം ദീർഘമാക്കുവാൻ ഇത്തരണത്തിൽ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശരീരത്തെ ഇവിടെ നമ്മൾ സംസ്കരിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നാം വായിച്ചു, കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഈ പ്രത്യാശയിലാണ് ഈ പിതാവിനെ നാം ഇപ്പോൾ ഭൂമിക്ക് ദാനം ചെയ്യാൻ പോകും, അല്ലെങ്കിൽ ഇവിടെ അടക്കാൻ പോകും. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ നടക്കും? ദൈവത്തിന് സ്തോത്രം. ഇത് ഇന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങളല്ല, ഈ സംശയമല്ല, ഇത് യുഗങ്ങളായുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു, ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏത് ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പറയാണ്, നീ വിതയ്ക്കുന്നത് ചാകണം. ഈ ശരീരം താമസിയാതെ ഇത് മാറിക്കഴിയുമ്പോൾ ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതുകൊണ്ട് ഇത് മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ ഈ ശരീരത്തിൽ ആയിരുന്നപ്പോൾ ഞാൻ ഭവനത്തിൽ പറഞ്ഞ ഒരു ജീവനുണ്ട്. ഈ ജീവൻ അത് നിത്യജീവനെ കാണുവാൻ ഒരു അവസരം ഉണ്ടായപ്പോൾ ആ നിത്യജീവനെ കാണിച്ച് തൻ്റെ ഉള്ളിൽ ഈ പുറമേയുള്ള മനുഷ്യനെ പോലെ ഒരു മനുഷ്യൻ, അതുകൊണ്ടാണ് സാക്ഷി പറഞ്ഞല്ലേ ബഹുസൗമ്യനായിരുന്നു. നോക്കുക, ബഹുസ്വാമ്യൻ. നമ്മളിപ്പോൾ ഞാൻ ദീർഘിപ്പിക്കാനെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി പറയാം. ഇപ്പം നമ്മുടെ മുമ്പിൽ കുഞ്ഞുണ്ട്, ദൈവത്തിന് അവനെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, അവൻ ഉടനെ തട്ടി മാറ്റും. എന്തുകൊണ്ടാണ്? അവൻ്റെ ഉള്ളിൽ ഒരു ഈർഷ്യ, അവൻ്റെ ഉള്ളിൽ ഒരു എന്തെങ്കിലും ഉണ്ട്. അത് അവൻ അറിഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ അവൻ ഇതേപോലെ ഈ പിതാവിലും ഉണ്ടായിരുന്നത്. ഈ പിതാവ് നിത്യജീവനെ കണ്ടപ്പോൾ, കർത്താവിനെ കണ്ടപ്പോൾ ആ പഴയ മനുഷ്യൻ തന്നിൽ നിന്ന് മാറിയിട്ട് ക്രിസ്തുവിന്റെ ജീവൻ തന്നെ വന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ ഒരു സാക്ഷിയുണ്ട്, ബഹുസൗമ്യനായി. നോക്കുക, ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ജീവിച്ചു വന്നവരല്ല ആരും. അപ്പൊ അതുകൊണ്ടാണ് ശിഷ്യന്മാർ വരെ പറയുന്നു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ ഈ പിതാവ് പ്രാർത്ഥന ബഹുസമർത്ഥനായിരുന്നു. ഇതൊക്കെ തൻ്റെ അകത്തെ മനുഷ്യനിലാണ്, ആ സ്വഭാവമാണ്, അത് ക്രിസ്തുവിന്റെ സ്വഭാവം, അതാണ് വെളിപ്പെട്ട് വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പുറമെയുള്ള ശരീരം മാറുമ്പോൾ ഇതിനകത്തൊരു ജീവനുണ്ട്. ഈ ജീവൻ അതേ ദൈവമക്കളെ കർത്താവിലേക്ക് പോയി കഴിഞ്ഞു താമസിയാതെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുമ്പോൾ ആ ജീവൻ ഇവിടേക്ക് അയക്കപ്പെടും. ഇവിടെ ആരെല്ലാം അടക്കപ്പെട്ടിട്ടുണ്ടോ എല്ലാവരും ഉയർക്കും. പക്ഷെ ആരൊക്കെ തേജസ്സിന്റെ കാഹളം കേട്ട് തേജസ്സിൽ ഉയർക്കും എന്നുള്ളത് അന്നാളിലെ അറിയുള്ളൂ. ദൈവത്തിന് അടക്കാരാധന കൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ അച്ഛന്മാരെ ഞങ്ങൾ വന്നുകൊണ്ട് ശുശ്രൂഷ വന്ന് അടക്കിയത് കൊണ്ട് കാര്യം, ഇതിൽ ജീവൻ ഉണ്ടെങ്കിൽ ഇത് മുള പൊട്ടും. അതേ എനിക്ക് പറയാൻ, ഇത് ജീവനുള്ളതാണോ, ജീവനെ പ്രാപിച്ചതാണോ, ഇത് മുള പൊട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്നേ നമുക്ക് കരസ്ഥമാക്കാനുള്ളൂ, കർത്താവിന്റെ ജീവൻ നമ്മിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വിത്ത് നോക്കുക, വിത്ത് കുഴിച്ചിട്ട് ജീവനുള്ളതാണെങ്കിൽ അത് മുളച്ചു വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയാം. നമുക്കെല്ലാം തെങ്ങ് സുപരിചിതമാണല്ലോ. അപ്പൊ അതിന് വെള്ളക്കയുണ്ട്, മച്ചിങ്ങ എന്ന് പറയും, വെള്ളക്ക എന്ന് പറയും. ഈ വെള്ളക്ക എടുത്തിട്ട് തേങ്ങയുടെ രൂപം ഉണ്ടല്ലോ, ഭാവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കുഴിച്ചിട്ടിട്ട് ഒരായുസ് തപസ്സിരുന്ന
ഒരു ദിവസം വരത്തില്ല ദൈവത്തിന്. കാരണം എന്താ? രൂപം ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ജീവനില്ല, ജീവനായില്ല. അത് പൂർണ്ണമാക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പിതാവും ആ ജീവൻ പൂർണ്ണമായപ്പോൾ തന്നെ കർത്താവ് വിളിച്ചു ചേർത്തു. ദൈവത്തിന് സ്തോത്രം. പാകമല്ലാത്ത ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ഫലം ശൂന്യത. എന്നാൽ അതേപോലെ പാകമില്ല, യഥാർത്ഥമായി ദൈവത്തിന്റെ കൽപ്പനകളാകുന്ന എല്ലാ കൽപ്പനകളെയും ഭൂമിയിൽ ഒരു മനുഷ്യൻ പാലിക്കണമെന്ന് സ്വർഗം എന്തെല്ലാം അനുശാസിക്കുന്നു, അത് എനിക്കോ നിങ്ങൾക്കോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല അവരെന്ത് പറയും ഇവരെന്ത് പറയും, ഇതൊന്നും സ്വർഗത്തിന് കേൾക്കേണ്ട ദൈവമക്കളെ. സ്വർഗത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്നേഹിത കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ വന്നു? നിനക്ക് സാമർഥ്യം ഉണ്ടായി, അല്ലെങ്കിൽ നീ പരിചയക്കാർ കൊടുത്ത് നിന്റെ സ്വാധീനം കൊണ്ട് വന്ന്. പക്ഷെ രാജാവ് നേരിട്ട് ആ ശോധന കഴിക്കാൻ സ്നേഹിത എന്നൊരു വിളി ചോദിച്ചിട്ട് എങ്ങനെ വന്നു? അവന് ഒരു ഉത്തരം പറയാൻ പറ്റിയില്ല. അവനെ പിടിച്ച് കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലെറിയാൻ അവിടെ കരച്ചിലും പല്ലുകടിയും അവന് നിത്യ ഓഹരിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഈ പിതാവിനെ സംസ്കരിച്ച് യാത്ര തിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ ഒരു ചോദ്യം മുഴങ്ങട്ടെ. ആ ചോദ്യം ഇങ്ങനെയായിരിക്കും, ഞാൻ ജീവനുള്ളവനാണോ? എന്റെ പേര് വിളിച്ചാൽ എഴുന്നേറ്റ് വരുമോ? അത് നമ്മൾ ആ ജീവൻ ക്രിസ്തുവിൽ നിന്നാണെങ്കിൽ എഴുന്നേറ്റ് വരും പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇത് കർത്താവിന്റെ വരവിങ്കൽ എന്താണ് സംഭവിക്കുക? അപ്പൊ കർത്താവിന്റെ വരവിങ്കൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാവരും ഉയർക്കും എന്ന് പറയുമ്പോൾ ഇടിവെട്ടുമ്പോൾ കൂണ് മുളയ്ക്കുന്ന പോലെ ഒന്നും അല്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിന് പൗലോസ് പറയുന്നു, ഓരോരുത്തരും താൻ താന്റെ നിരയുണ്ട്, നിരയിലെ ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റുള്ളൂ. കാരണം ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അതിനനന്തരമായി രക്തസാക്ഷികളെ പഠിക്കുന്നു, പിന്നെ 2 സാക്ഷികളെ പഠിക്കുന്നു, പിന്നീട് നമ്മൾ തിരുവഴുത്തവരും മഹോപദ്രവങ്ങൾ രക്തസാക്ഷികളായി തീരുന്നവരൊക്കെ പഠിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ വരം, ക്രിസ്തുവിനുള്ളവർ ആരോ അവർ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അതിനൊരു നിരയുണ്ട്, എല്ലാവരും ഒരേപോലെ വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ഉദാഹരണം തെളിയിക്കാം. നമ്മളിപ്പോ 100 മീറ്റർ നടക്കണം, മിടുക്കരായി എല്ലാവരും പോന്നു. ലോകത്തിൽ എത്രയോ 100 മീറ്റർ ഓടിയ ജേതാക്കളെ അറിയാലോ. അവരെല്ലാം പ്രഗത്ഭർ. അതാത് ഇന്ത്യ ഉൾപ്പെടെ അതാത് രാജ്യങ്ങൾ 100 മീറ്റർ ഓടി ഒളിമ്പിക്സിന് പോയതാണ്. 1, 2, 3 എന്ന് പറഞ്ഞ് ഒരു വെടിവെട്ടുമ്പോൾ എല്ലാവരും ഒരേപോലെ അവിടെ എത്തുന്നില്ല, ഒരാൾ. അപ്പോ ഇതേപോലെ താൻ ദൈവമായുള്ള ബന്ധത്തിൽ ആരാണോ എങ്ങനെയാണോ അവരായിരിക്കും ആദ്യമായി ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവർക്ക് സാധ്യമല്ല. ദൈവമക്കളെ, ഇനി ഒരു ഉദാഹരണത്തിനും കൊടുത്തത്, നമ്മൾ ഒരു വെള്ളത്തിന് ഓസിട്ട് നോക്കി അതിന് കുറെ ശാഖകൾ ഇട്ടിട്ട് വെള്ളം തുറന്നു വിട്ടാൽ ഏറ്റവും അവസാനം എത്തുമ്പോൾ വെള്ളമൊന്നും വരത്തില്ല. എന്നാൽ അടുത്തുള്ള അതേപോലെ കർത്താവുമായി അഭേദ്യ ബന്ധം, ആ ബന്ധമുള്ളവർ ഉയർത്തെഴുന്നേറ്റ് വരും. അതിന് നിരയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചാൽ എല്ലാവർക്കും പോയി കാണാൻ പറ്റുമോ? ഇല്ല. ആദ്യം സംസ്ഥാനത്ത് ഗവർണർ നിൽക്കും, അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയ ആരാണോ അദ്ദേഹം. അങ്ങനെ നിരകളിൽ നിന്നിട്ട് പൂച്ചണ്ട് കൈമാറും. ഇതൊക്കെ ലോകത്തിൽ നിഴലായി നടക്കും, പൊരുളായത് അങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? എത്ര സത്യമായിരിക്കും. അതുകൊണ്ട് അവനവന്റെ നിരയിലെ ഉയർക്കൂ. പ്രിയപ്പെട്ടവരെ, ആ നിരയിൽ ഉയർത്തെഴുന്നിട്ട് വരുമ്പോൾ പിതാവിനെ കാണാം. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് കർത്താവ് അരുളി. ഈ ശരീരം പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചേർക്കാൻ പോകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ വളവെട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാ പ്രയത്നം വൃഥാവ്. ദൈവത്തിന്റെ തിരുവെഴുത്തോട് നിന്ന് ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞതെല്ലാം വൃഥാവ്. അപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാൻ നിങ്ങൾ ഉയർക്കും. പക്ഷേ ക്രിസ്തു ജീവിച്ചതുപോലെ അവിടെയാണ് വിഷയം വരുന്നത്. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമ്മളെ കൊണ്ട്, മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അതിനാണ് കർത്താവ് പറഞ്ഞത്, ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവശക്തി നമ്മൾ ആവസിക്കുന്നെങ്കിൽ നമ്മൾ സാധ്യമാകും. നമുക്ക് ഒരുങ്ങാം. ഈ പ്രിയ പിതാവിനെ ഇപ്പോൾ നമ്മൾ യാത്ര അയക്കുകയാണ്. അത് കർത്താവ് ഇനി താമസമിന നമുക്ക് ഒരു അല്പസമയം ദീർഘമാക്കി തന്നാൽ, ജീവനുള്ളവരായി പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടവരെ, നിങ്ങളുടെ ജീവൻ മരിച്ച് മൺമറഞ്ഞു പോയാൽ നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ചാൽ ഉയർക്കും. എന്ത് ഉറപ്പുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ തന്റെ ഇടത്തോട് നിശ്ചയത്തോടും കൂടിയാണ് ഈ പിതാവിനെ ഇപ്പോൾ അടക്കം ചെയ്യാൻ പോകുന്നത്. കാരണം വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് അനേക അനുഭവങ്ങൾ തെളിയിച്ചു തന്നു, അനേക കാര്യങ്ങൾ തെളിയിച്ചു തന്നു. അത് നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കട്ടെ, നിങ്ങൾക്ക് വിട്ടയച്ചു തരികയാണ്. നിങ്ങളെ പേര് വിളിച്ചാൽ കർത്താവ് വിളിക്കുമോ? വിളിച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് വരുമോ? എഴുന്നേറ്റ് വന്നാൽ എവിടേക്ക് എഴുന്നേറ്റ് വരും? ദൈവത്തിന് മുഴുവനവരാശി എഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, അതിനൊരു തർക്കമില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അതെ, ദാനിയേലേ, നീ പോയി കാലാവസാനത്തോളം വിശ്രമിക്കുക, നിന്റെ ഓഹരി പ്രായിപ്പാ, നീ എഴുന്നേറ്റ് വരും. എന്നിട്ട് ഒന്നുകൂടെ കർത്താവ് പറഞ്ഞു കൊടുത്തു, ചിലർ നിത്യലജ്ജയ്ക്കായിട്ടൊരു പിന്നെ അവസരമില്ല, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴേ അവസരമുള്ളൂ. ഇനി പിതാവിന് വേണ്ടി ഈ പറയുന്ന ഒന്നും ഈ പിതാവ് കേൾക്കുന്നില്ല, പിതാവ് കേട്ടിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഈ പിതാവിന് വേണ്ടി ഒന്നുമല്ല ഇത് ദൈവമക്കളെ. പിതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തും. കാരണം എനിക്ക് അതാണ്, ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സ്വർഗത്തിൽ ഇവിടെ റോക്കറ്റ് കയറ്റി പോലെ തീപ്പെട്ടി പൊളിച്ച് നിന്ന് പോകുകയാണെങ്കിൽ ഞാൻ ഓക്കെ. പ്രിയപ്പെട്ടവരെ, നടക്കത്തില്ല. അവനവൻ ജീവിച്ചാൽ. വിശുദ്ധ വചനം പറയുന്നു, മനുഷ്യൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അവിടെ വരും.
അതിൽ ആരുമില്ല. അവിടെ രാജാക്കന്മാരായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ സകല മനുഷ്യരും കർത്താവിന് മുമ്പിൽ പോകും. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് രക്ഷപ്രായിപ്പാൻ ഒരു അവസരമുണ്ട്. ഈ ഭൂമിയിലായിരിക്കും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന മുഴുവൻ സ്നാനം സ്വീകരിച്ചിട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രിയ പിതാവിനെ താമസിപ്പിനെ അക്കരെ കാണാം. നമുക്കതിനാൽ ദൈവം നമ്മെ ഒരുക്കട്ടെ. നമുക്ക് ആ പ്രത്യാശയോടെ വിട പറയാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ സ്വർപ്പൂരം നീയണയും വരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയാലും നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തിരികെ ചെല്ലുമെന്ന വചനം നിവൃത്തിയാകേണ്ടതിനും ഈ ശരീരത്തെ ഭൂമിക്ക് ദാനം ചെയ്യുന്നു. ഹേ മരണമേ, നിന്റെ വിഷമുള്ള അവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രിയ പിതാവിൽ ആരംഭിച്ചത് നല്ല പ്രവൃത്തിക്കായ സ്തോത്രം. കർത്താവ് ധരിക്കുമ്പോൾ, കർത്താവ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവ് ഈ പ്രിയ പിതാവിനെ കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടെ കർത്താവേ ഈ മൃതശരീരത്തെ സംസ്കരിപ്പാൻ അവിടെ ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായ സ്തോത്രം. ഇതുവരെ വരളിയ സാന്നിധ്യം ഇനിയും നൽകണമേ. പ്രിയ മാതാവിനായ സ്തോത്രം. കർത്താവ് നിന്റെ സൃഷ്ടാവ് തന്നെ നിന്റെ ഭർത്താവ് എഴുതിയിരിക്കുന്നു. ഇന്ന് മുതൽ കർത്താവേ നിന്റെ മകളെ പരിപാലിക്കണമേ. ഇതുവരെ ഈ കൂടി നടത്തി ഇനിമേലാലും നടത്തണമേ. കർത്താവേ ആശ്വാസം കൊണ്ട് നിറയും. സമാധാനം ഉണ്ടാവട്ടെ. കുഞ്ഞുങ്ങളെയും ഭൂമിയുടെ മുഖത്ത് അക്ഷരികമായി അവർക്കൊരു പിതാവില്ലെങ്കിലും സ്വർഗത്തിലെ പിതാവ് എല്ലാറ്റിനും എല്ലാമായിരുന്നു നടത്തണമേ. കർത്താവെ അനുഗ്രഹിച്ചാട്ടെ. കൂടപ്പെട്ട ഞങ്ങൾ പിരിയുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കടന്നുപോക്കുണ്ട് ഉടന്ന് കർത്താവ് ജീവിപ്പാൻ സഹായിക്കണമേ. ഏവരെയും ഇവിടെ ഞങ്ങൾ ഒന്നായി കാണപ്പെട്ട പോലെ നിത്യരാജ്യത്തിലും കാണപ്പെടുവാൻ സഹായിക്കും. മൗത്വമാനും അങ്ങേക്ക് അനുഗ്രഹിച്ചാലും കാത്തുകൊണ്ടാലും ഏവരെയും സമാധാനത്തെ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ് അങ്ങനെ ചെയ്തു തരിക. സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും സൂക്ഷിക്കും നാം എല്ലാവരോടും, പ്രത്യേകാൽ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ഏവരോടും കൂടെ കർത്താവിന്റെ വീണ്ടും വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണം. ഹല്ലേലൂയ. ശുശ്രൂഷകളെല്ലാം അവസാനിച്ചു.